സുഭാഷ് കുഴി പോയി എഴുതി കഴിഞ്ഞു. ഇതിന് എങ്ങനെ എടുക്കും? എഴുതാൻ ഭയങ്കര എളുപ്പമായിരുന്നു. നോക്കുന്നത് സുഭാഷ് കുഴിയിലേക്ക് വീഴും. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇതെങ്ങനെ എടുക്കും? അതായിരുന്നു. അങ്ങനെ എഴുത്തും ഇതുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു പണി ഞാൻ പണ്ട് അസിസ്റ്റന്റായിട്ട് എടുത്തിട്ടുണ്ട്. കമന്റി പാടത്തിലായിരുന്നു. അതൊരു നാടിന്റെ കഥ. അതൊരു കുറച്ച് റിയൽ ആൾക്കാരുടെ കഥ തന്നെയാണ് കമന്റി പാടം. അപ്പം അത് ഇതേപോലെ അപ്പം അതിന്റെ പ്രോസസ്സിലേക്ക് മനസ്സിലായി നാട് എത്ര ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ സ്പേസ്, അതിന്റെ ജോഗ്രഫി. ഹാർനസ് റോപ്പിലാണ്. ആ റോപ്പ് കയറി ഇറങ്ങുമ്പോൾ തന്നെ മുഖത്ത് പകുതി സാധനം വരും. അത്രയും ടൈറ്റ്, അത്രയും ഞാൻ കയറി. എന്നാൽ ഞാനാണ് ഫസ്റ്റ് ഒക്കെ ഞാൻ ഷൈജുക്കും കയറി. ഒട്ടും എളുപ്പമല്ല, വെരി ടഫാണ്. 18 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് മഞ്ഞുമൽ ബോയ്സിന്റെ പൂജയ്ക്കാണ് ഇവർ തിരിച്ചു കൊടയിൽ വരുന്നത്. നമ്മളവരെ കൊണ്ടുവന്നു, ഗുണയിൽ കൊണ്ടുപോയി. അകത്തിറക്കിയില്ല, അകത്തിറക്കേണ്ട അത് ട്രോമാറ്റിക് ആണ്. ജസ്റ്റ് ഗുണയിലെ വേരുകളുടെ ഏരിയയിലൊക്കെ തന്നെ സുഭാഷ് വന്നു, 5 മിനിറ്റ് നിന്നു, തിരിച്ചു പോയി. അപ്പം സുഭാഷിന് ഒരു വലിയ പുസ്തകം അടച്ച പോലെ ഒരു ഫീല് കിട്ടി എന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞുകൊണ്ട് കൃത്യമായി ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ല സുഭാഷ്. ഫിസിക്കലിയും സൈക്കോളജിക്കലിയും ഗ്രില്ലിട്ടിട്ടുണ്ട് അവര്. പക്ഷെ വർഷങ്ങളായിട്ടുള്ള ഇലയും മണ്ണും വന്ന് അടിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നിലം പോലെ ഇരിക്കും. ഈ താഴത്തെ ഗ്രില്ല് ദ്രവിച്ചിട്ടുണ്ടാവും. നമ്മൾ നിലത്തെ ചവിട്ടായിരിക്കും, പക്ഷെ അതെല്ലാം കൂടെ പൊളിഞ്ഞു പോകും. നമ്മള് മറ്റേ ചതിക്കുഴി എന്നൊക്കെ പറയണ പോലെ കുറെ 100ഓളം കുഴികളുണ്ടാവും. അപ്പൊ അതന്നെ സിജുവിനോട് തിരിച്ചിറങ്ങിയപ്പോൾ പോലീസ് അന്വേഷിച്ച് എത്ര സ്കെൽട്ടൻസ് കണ്ടുന്നാണ്, എത്ര തലയോട്. കാരണം അവിടെ അടുത്ത് ശരിക്കും കണക്കിലാണ് 13. 50ഓളം പേരില് രേഖപ്പെടുത്തിയതാണ് 13. കുറെ ആത്മഹത്യകളുണ്ട്, കുറെ കൊലപാതകങ്ങളുണ്ട്, കുറെ ആക്സിഡന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. രേഖപ്പെടുത്തിയത് 13 തന്നെ ഉള്ളൂ. കാരണം എന്റെ സുഹൃത്തുക്കൾ എന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് അപ്പൊ ഉണ്ടാവുന്ന ചില ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഫ്ലിപ്പാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിദംബരം, ആദ്യം കൺഗ്രാറ്റ്സ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഈ പറയുന്ന സമീപകാലത്ത് തിയേറ്ററിൽ കണ്ട ഏറ്റവും ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസും സിനിമയുമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ആദ്യം ചോദിക്കാനുള്ളത്, പിന്നെ ഖാലിദ് റഹ്മാന്റെ ക്യാരക്ടർ ശ്രീനാഥ് ബാസി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ്, സിനിമയിലുണ്ട്. എന്താ മച്ചാനെ ദൈവം എന്ന് ചോദിക്കുന്ന സമയത്ത്, അപ്പൊ മോളിൽ നിന്നൊരു ദൈവമല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേണമെങ്കിൽ വളരെ പാസീവായ ഒരു സീനിലാണ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇപ്പോൾ ചിദംബരത്തിന്റെ ജാനമൻ നോക്കിയാൽ ഇതിൽ നോക്കിയാലും അതില് ഈ സിനിമയുടെ ടോട്ടൽ മെറ്റ പോലെ, അല്ലെങ്കിൽ ആ സിനിമയുടെ മുഴുവൻ ആന്തരികാർത്ഥത്തെ ഒരൊറ്റ ഡയലോഗിൽ പ്ലേസ് ചെയ്യാണ്. എന്നാൽ അതിന്റെ ഭയങ്കര മ്യൂസിക്കലി എലവേറ്റ് ചെയ്തിട്ടുള്ള ഗംഭീര പഞ്ച് ഡയലോഗായിട്ടല്ല അത് പ്ലേസ് ചെയ്യുന്നത്. ശരിക്കും ഈ എന്തായിരുന്നു പിന്നെ ചിദംബരത്തെ സംബന്ധിച്ചുള്ള ഈ സിനിമയുടെ ടോട്ടൽ ഇമോഷൻ, അത് കൺസീവ് ചെയ്യുന്ന മുതൽ തിയേറ്ററിലെത്തുന്നവരെ? അത് ടോട്ടൽ ഇമോഷൻ പല ഇമോഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഗോഡ് എലിമെന്റ് പറഞ്ഞത് തന്നെ, അത് ഞാൻ സിനിമയിൽ വരാൻ കാരണം തന്നെ സുഭാഷ് ശരിക്കും ഒരു ഏത്തിസ്റ്റ് ആയിരുന്നു. സുഭാഷ് ദൈവങ്ങളോട് പുച്ഛം, ഭയങ്കര യുക്തിവാദി പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇതേപോലെ കുഴിയും തിരിച്ചെടുത്ത ആ പടത്തിലെ സീനിൽ എല്ലാവരും വന്നു. അപ്പം ഒരു അവിശ്വാസിയ ഒരാള് വിശ്വാസിയല്ല, നേരെ ദൈവമാണ്. അപ്പം ഈസ് ബിക്കം ഗോഡ് ഇറ്റ് സെൽഫ്. അതൊക്കെ സാവപ്പാത്ത് വന്ന മരണം കണ്ടുവന്നവൻ ദൈവം. അപ്പം അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഫസ്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് അതിലത്തെ ഒരു മെത്തേഡ്. അപ്പോൾ അത് കാരണം അങ്ങനത്തെ സാധനങ്ങൾ വേണം തോന്നി ഈ പടം ഒന്ന് റൈഡ് ചെയ്യാൻ. അപ്പോൾ അതാണ് അത് ഉണ്ടാക്കാനുള്ള കാരണം. പിന്നെ ദൈവം എല്ലാവർക്കും ഭയങ്കര സബ്ജക്റ്റീവാണ്. എല്ലാവർക്കും അവരുടെ കോൺഷ്യസ് തന്നെ ആയിരിക്കണം ദൈവം, അവർ തന്നെയാണ് ദൈവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ജാനമൻ നോക്കി കഴിഞ്ഞാൽ മോനിച്ചനും ജോയ് മോനുമായിട്ടുള്ളൊരു സംഭാഷണം, അതില് സിനിമയുടെ ടോട്ടൽ തീമും അല്ലെങ്കിൽ സിനിമ മൊത്തം ലയിച്ചു നിൽക്കുകയാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാലും അമ്മ ഫാക്ടർ, നമ്മൾ സ്പോയിലർ ആയിട്ട് പറയുന്നില്ല, അമ്മ ഫാക്ടറിനെ കണക്ട് ചെയ്ത രീതി ഭയങ്കര എൻഡർ. അതായത് നമുക്ക് ആ മൊമെന്റിൽ ഇമോഷണൽ ആവാത്തവരുണ്ടാവില്ല തിയേറ്ററിൽ. അങ്ങനെ ഒരു കണക്ട് ഉണ്ടാക്കുകയാണ്. അതായത് ടോട്ടൽ ഡ്രാമ. പിന്നെ എന്തായിരുന്നു ഇവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളതും കൂടി കാണും. ഭയങ്കര ചെറിയ ന്യൂആൻസസിലൂടെ, ചെറിയ ഡീറ്റെയിലിങ്ങിലൂടെ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി മിനിമലിസ്റ്റിക് ആയിട്ട് സംഗതി തുടക്കം മുതൽ എവിടേക്കോ ഹൈഡ് ചെയ്യുക, കുറെ കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യുക. പക്ഷെ ആ സംഗതിക്ക് അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിനൊക്കെ കൃത്യമായ റീസൺ, അതായത് വെറുതെ ഒന്നും, അതായത് ഞാൻ പറയുന്നത് ഒരു ഡയലോഗ് റൈറ്റിങ്ങിലാണെങ്കിലും സീനിലാണെങ്കിലും അതിന്റെ എലിവേഷനിലാണെങ്കിലും ഭയങ്കര ഒരു കൃത്യത ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ചിദംബരം ശ്രമിക്കുന്നതാണ്. കാരണം ചിദംബരം ഒരു സിനിമാറ്റോഗ്രാഫർ അസിസ്റ്റന്റ് ആയിട്ട്, പിന്നെ ഡയറക്ടർ അസിസ്റ്റന്റ് ആയിട്ട്, പിന്നെ ഫിലിം മേക്കിങ്ങിലേക്ക് വന്ന ആളാണ്. ഈ ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നതിൽ, റൈറ്റിങ്ങിൽ എന്താണ് ചിദംബരം ഫോളോ ചെയ്യുന്ന രീതി? ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റന്റ് ക്യാമറമാനുമായിട്ടും വർക്ക് ചെയ്തിട്ടുള്ളൂ. എനിക്ക് നെവർ ഐ വാസ് എൻ അസിസ്റ്റന്റ് റൈറ്റർ. സോ റൈറ്റിംഗ് ഈസ് എൻറ്റയർലി ന്യൂ. അപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങിയത് ഔട്ട് ഓഫ് നെസസിറ്റി. ഇപ്പം എനിക്ക് സിനിമ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് ഇതന്നെ എഴുതണം. അപ്പം റൈറ്റിംഗ് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട്. അപ്പം റൈറ്റിംഗ് അത് സോൾവ് ആണെങ്കിൽ പിന്നെ ബാക്കി ടെക്നിക്കൽ പരിപാടികളൊക്കെ സെക്കൻഡറി ആണ്. റൈറ്റിംഗ് ആണ് അതിൻ്റെ കോർ. അപ്പം അതുകൊണ്ട്
എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം, എവറിത്തിങ് ഷുഡ് കം ഫുൾ സർക്കിൾ എന്നൊക്കെ ഉള്ളത് കൃത്യമായ നിർബന്ധമുണ്ട്. ട്രൈ ചെയ്യും അത് വരാൻ. പടത്തിൽ എല്ലാം കുറേ വന്നിട്ടില്ല, അത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ 1, 2, 3 ഫുൾ കംപ്ലീറ്റ് സർക്കിളായി മാറുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന സിനിമ ഉണ്ടാക്കിയെടുത്ത എങ്ങനെയാണ്, എവിടെ തുടങ്ങി, എങ്ങനെ ഈ സിനിമയുടെ പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജാനമൻ കഴിഞ്ഞുകൊണ്ട് ഞാനത് ഷോൺ എൻ്റെ ഫ്രണ്ട്, ഈ വാസ് കോ പ്രൊഡ്യൂസർ ജാനമൻ, ഇപ്പോൾ ഇതിൻ്റെയും പ്രൊഡ്യൂസറാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടാണ് റോണിഷ് മഞ്ഞുമക്കാരനാണ്. അപ്പോൾ റോണിഷ് പറഞ്ഞ ഇങ്ങനത്തെ ഒരു കഥയുണ്ട് പരിപാടി. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, എപ്പോഴും കേട്ടോ, ഞാൻ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അന്ന് 2006 പത്രത്തിൽ വന്നത്. അപ്പം പക്ഷേ അവിടെ എനിക്ക് കേട്ട പോലെ ഉണ്ടെന്ന്. പക്ഷേ അത് കേട്ടപ്പോൾ തന്നെ ഇതിലൊരു കഥയുണ്ടെന്ന് മനസ്സിലായി. കാരണം ഗുണയുടെ ചരിത്രം തിരുത്തി എന്ന ഒരു എലമെന്റ് വരുമ്പം, കാരണം ഒരിക്കലും ഒരാൾ പോലും അവരുടെ ജീവനോട് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഒരു സ്പേസിന്റെ ചരിത്രം തിരുത്തുകയാണെങ്കിൽ അത് എന്തായാലും അത് സിനിമയാക്കണം, അതൊരു ചരിത്രമല്ലേ. അപ്പോൾ അതൊരു ചരിത്രമാക്കണം, ഒരു സിനിമയാക്കണമെന്ന് അന്ന് തീരുമാനിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഷോണും കൂടെ മഞ്ഞുമൽ പോയി ഇവരെ ഒന്ന് വിളിച്ച് കുട്ടൻ്റെ വീട്ടിലാണ് പോകുന്നത്. അതായത് സിജു ഡേവിഡ്, സൗബിക്കയുടെ ക്യാരക്ടർ, പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോകുമ്പോൾ എല്ലാ ബോയ്സോടെ, നാട്ടിലുള്ള എല്ലാ ബോയ്സോടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും ആദ്യമായിട്ട് മീറ്റ്, ഞാൻ ഇറങ്ങി വന്നുകൊണ്ട് ഒരാൾക്ക് കൈ കൊടുക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ തനതായ, പക്ഷേ മച്ചാനെ ഇവനാണ് പോയിട്ട് വന്നത്. ഇതാണ് ആള്, രണ്ടർത്ഥത്തിലും പോയിട്ട് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അത് അപ്പം സുഭാഷ് കാണുമ്പോൾ എനിക്കൊരു ഓക്കെ എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മളിരുന്നു സംസാരിച്ചു. നമ്മൾ വട്ടത്തിരുന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വട്ടത്തിരുന്ന പരിപാടി നടക്കില്ല. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, എല്ലാവരും ഇത് പറയാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനത് ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തു, ലൈക്ക് വേറെ ആളില്ലാണ്ട്. അങ്ങനെ അപ്പോൾ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവും, ഓരോരുത്തർ എന്താണ്, അവരെന്താണ് കടന്നു പോയതും, അങ്ങനെ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് അവരുടെ കൃത്യമായിട്ട് അവരുടെ ഓരോരോ സാധനങ്ങൾ കിട്ടി. എന്നിട്ട് എൻ്റെ കറസ്പോണ്ടിങ് ആക്ടേഴ്സിന് ആ ഫയൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഫുൾ ഡോക്യുമെൻ്ററി കൊടുക്കും. ഇത് കണ്ടിട്ട് ഫുൾ ഡോക്യുമെൻ്ററി കൊടുക്കും. അപ്പം അങ്ങനെയായിരുന്നു അതിന്റെ പ്രോസസ്. അതുകൊണ്ടാണ് ആക്ടേഴ്സിനും അത് കൃത്യമായിട്ട് അവതരിപ്പിക്കണം, അവരുടെ റെപ്രസെന്റ് അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആക്ടേഴ്സിൽ പിന്നെ ഞാൻ ഈ ആക്ടേഴ്സിനെയും ബോയ്സിനെയും ഒരുമിച്ച് പല രാത്രികൾ, പല ദിവസങ്ങൾ നമ്മൾ അവരെ ഒരുമിച്ച് അവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. അവരോട് പെരുന്നാളിന് പോയിട്ടുണ്ട്, അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ മഞ്ഞുമല ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഓരോരുത്തരുടെ വീട്ടിൽ പോയി എന്താണ് വീട്, അതിൻ്റെ എന്താ പറയുക സോഷ്യോ എക്കണോമിക്കൽ സിറ്റുവേഷൻ എന്താണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഡിഫറൻസ്. ഇതിലെല്ലാവരും പ്രൊലറ്റേറിയറ്റ്സ് ആണ്, എല്ലാവരും തൊഴിലാളികളാണ്, എല്ലാവരും വർക്കിംഗ് ക്ലാസ് ആണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം അവർക്ക് വർഷത്തിൽ ഒരിക്കലുള്ള റിലീഫാണ്, അല്ലെങ്കിൽ എല്ലാവരും ഡെയിലി ഗ്രൈൻഡാണ്. രാവിലെ 9 മണിക്ക് പോകുന്നു ഫാക്ടറിയിൽ, അല്ലെങ്കിൽ തൊഴിൽ ഭയങ്കര ശാരീരികമായ തൊഴിൽ തന്നെയാണ് പലരും എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കൊല്ലത്തിലൊരിക്കൽ ഷെയർ ഇട്ട് ഒരു ടൂർ പോകുക പറഞ്ഞത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം അത് അപ്പോൾ അങ്ങനെയുള്ളവരെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ തൊഴിൽ, അവർ വരുന്ന സ്ഥലം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ വരുന്നത് മഞ്ഞുമലയിൽ ആ ഒരു ഇൻഡസ്ട്രിയൽ ബാക്ക് ഡ്രോപ്പ് എന്നുള്ളൊരു സ്ഥലത്തു നിന്നാണ്. അവിടെ മണ്ണ് മലിനമാണ്, വായു പുകയുണ്ട്. നമുക്ക് രാവിലെ 4 മണിക്കൊക്കെ മഞ്ഞുമല പോയാൽ പുകയടിക്കും. അപ്പോൾ എനിക്കത് പറയുമ്പോൾ, ഞാൻ ഇതെല്ലാം ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോകുമ്പം ഈ പാതാളം പാലത്തിൻ്റെ മേളിൽ കൂടെ ഞാൻ പോകുമ്പോൾ എൻ്റെ ടയർ പൊട്ടി. കറക്റ്റ് പാലത്തിന് ഫസ്റ്റ് ലൊക്കേഷൻ നോക്കുമ്പോൾ ടയർ പൊട്ടി. അപ്പോൾ ഞാനെല്ലാം ടയർ പൊട്ടി, വണ്ടി അടുത്ത വേറെ വണ്ടി കാത്തി ഞാൻ പുറത്തിറങ്ങി 5 മിനിറ്റ് ഒന്നും എൻ്റെ കണ്ണെന്നും മൂക്കുന്നൊക്കെ വെള്ളം വന്ന് തുടങ്ങി. അത്രയും ആ ഉച്ചയ്ക്ക് നട്ടിച്ചു പോയി അവിടെ കിട്ടും, അത്രയും പുക, ആ കെമിക്കൽ സ്മെല്ലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് സ്മെല്ല് എന്തായാലും സിനിമയെ കൊണ്ടുവരാൻ പറ്റില്ല, വിഷ്വലെങ്കിലും അത് നമുക്ക്. അതുകൊണ്ടാണ് മിക്ക അവരുടെ ട്രാൻസ്പോർട്ട് ഷോട്ട്സിലും ആ പോക്കോഴിലും അവർ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഞാനത് കാണിച്ചു. ആ ഒരു ഇൻഡസ്ട്രിയുടെ ബ്രൗൺ ഗ്രേ ഒരു റസ്റ്റി ടോണെന്നാണ് അവർ കൊടയുടെ പച്ചപ്പിലേക്കും അതിന്റെ വേറെ ടോൺസിലേക്കും. അതേസമയം തന്നെ ഇവരുടെ ചൈൽഡ്ഹുഡിൽ ഈ പച്ചപ്പുണ്ട്. ആ പച്ചപ്പിന്റെ ബാക്കിൽ ഫാക്ടറി ഉണ്ട്. കാരണം അത് മലിനമായി തുടങ്ങുകയാണ്. അത് എപ്പോഴോ തുടങ്ങിയതാണ്, അതിന്റെ മിഡ് സ്റ്റേജിലാണ്. അവർ ഒളിച്ച് കളിക്കുന്നതെല്ലാം ഈ പൊട്ടി പോയ ഫാക്ടറിയും ഹൈഡ് ചെയ്യുന്നതെല്ലാം പൊളിഞ്ഞ ഫാക്ടറികൾ കേരളത്തിന്റെ ഒരു മുഖമുദ്രയാണ്. ഇപ്പോഴും കുറേ ഉണ്ട്, ഗ്വാളിയർ റയോൺസ് പോയാലും കൊല്ലത്ത് പോയാലും. അപ്പൊ അതൊരു ഇൻഡസ്ട്രിയൽ ഡീകേ കാണിക്കണം എന്ന് എനിക്ക് തോന്നി. അത് കാണിക്കാൻ സാധിച്ചു, ഈ കറക്റ്റ് ഒരു കോണ്ടെക്സ്റ്റിൽ കാണിക്കാൻ സാധിച്ചു. ഇപ്പം ഈ പറഞ്ഞല്ലോ മഞ്ഞുമല പോയി ഈ റിയൽ സ്റ്റോറി 17 വർഷം മുമ്പുള്ള റിയൽ സ്റ്റോറി വരുന്നു. ഇത് ആദ്യം ഒരു ഡോക്യുമെന്റേഷനാണ് നോക്കുന്നത്, അവരുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾ കാണുന്ന സിനിമയിൽ അതിലൊരു ഇമോഷണൽ ലെയർ ഉണ്ട്, ഫിക്ഷണൽ ലെയർ ഉണ്ട്. നമ്മളെ എന്റർടൈനിങ്ങും എൻഗേജിങ് ആക്കുന്ന രീതി, അത് പിടിച്ചിരുത്തുന്ന വിധമാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന കേവിനകത്ത് ഒരാൾ പെട്ടതിന് ശേഷമുള്ള പിന്നത്തെ റെസ്ക്യൂ എന്ന് പറയുന്നത് സാധാരണ പാളിപ്പോവാവുന്ന പിന്നെ ആ എൻഗേജിങ് ഫാക്ടർ നിർത്തുക ഒരു ഡയറക്ടറുടെ സൈഡിൽ റിസ്ക് ആണ്. ഇതിന്റെ റൈറ്റിംഗ് പാറ്റേണിൽ ഏറ്റവും വലിയ റിസ്കി എലമെന്റ് എന്തായിരുന്നു? റൈറ്റിംഗ് വാസ് ഭയങ്കര ടഫ് ആയിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു ഒറിജിനൽ സ്റ്റോറി, എന്റെ കഥ എഴുതുകയാണെങ്കിൽ ഐ ആം ഇൻ ഫുൾ കൺട്രോൾ. എല്ലാം എന്റെ ക്യാരക്ടേഴ്സ്, എനിക്ക് വേണമെങ്കിൽ അയാൾ ഒമിറ്റ് ചെയ്യാം, ഇല്ലാണ്ടാക്കാം, അതിന് ശരിയാവുന്നില്ല,
ഈ 11 പേര് ഞാൻ ഇത് ഒരു ഫിക്ഷണൽ സ്റ്റോറി ആണെങ്കിൽ ഈ 11 പേര് 5 പേര് സിനിമ ചെയ്യുന്ന എളുപ്പം. പാടില്ല. ഇത് 11 പേരുടെ ഇമോഷൻ 11 പേർക്ക് റെപ്രസെന്റ് ചെയ്യണം, 11 പേർക്കും ക്യാരക്ടേഴ്സ് കം ത്രൂ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടഫായിരുന്നു. കാരണം 11 പേരെ വേണം, ഈ 11 പേർക്ക് സ്പേസ് ഉണ്ടാവണം. ഈ ഇൻസിഡൻസും എൻ്റെ കൺട്രോളിലല്ല, ഇതൊക്കെ റിയൽ നടന്ന കഥകളാണ്, നടന്ന കാര്യം. മഴ കൃത്യമായിട്ട് പെയ്തത് എല്ലാം നമ്മളിത് ഫിക്ഷനിൽ എഴുതുമ്പോൾ അയ്യോ കറക്റ്റായിട്ടപ്പോൾ മഴ പെയ്തു, പക്ഷെ എനിക്ക് വന്ന് നടന്നതാണ്. മഴ പെയ്തുകൊണ്ടാണ് സിജുന് ഇറങ്ങാൻ പറ്റിയത്. താഴെ ഓക്സിജൻ ഉണ്ടായത്, മഴ കാരണമാണ് അവിടെ ഓക്സിജൻ കിട്ടിയത്. അതൊരു എന്താ പറയുക, അദൃശ്യമായ മുകളിൽ നിന്നുള്ളൊരു കൈ, അങ്ങനെ തന്നെ പറയാം. അപ്പം ഈ റൈറ്റിങ്ങിൽ ഇതാണ്. അപ്പോൾ എന്നും കൺട്രോൾ എല്ലാ സമയത്ത് റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ ഇറ്റ് മീ ഓൾമോസ്റ്റ് ജാനമൻ 1 മാസം കൊണ്ട് എഴുതി തീർക്കാൻ പറ്റി. ഇത് ഒരു കൊല്ലത്തിൽ അവസാനം എന്താ പടം നടക്കുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു അതെ 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 അങ്ങനെയല്ല നമ്മൾ വി ആർ ലൈക്ക്, കാരണം ഇത് എഴുതിക്കഴിഞ്ഞ് ഇത് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഗുഹ ഉണ്ടാക്കി കഴിഞ്ഞ് ഗുഹയുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ ഫുൾ പരിപാടി മാറുന്നത്. കാരണം നമ്മൾ ലൊക്കേഷനിൽ ഇരുന്ന് നമ്മൾ ഓരോ പ്ലേസ്മെന്റും ബ്ലോക്കിങ്ങും 11 പേരെ സ്പേസിൽ എങ്ങനെ ബ്ലോക്ക് ചെയ്യും, 11 പേര് കഴിഞ്ഞിട്ട് പിന്നെ പോലീസുകാർ വരും, തമിഴ് ആൾക്കാർ വരും. അങ്ങനെ ഈ പ്ലേസ്മെന്റ് ആ ലൊക്കേഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് സെറ്റ് ആവുന്നത്. അപ്പം ആ സീൻ വർക്കാവില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ആ സീൻ ഇവിടെ എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ പ്ലേസ്മെന്റ് എല്ലാം അവർ വന്ന് പിന്നെ അതൊരു ലീനിയർ സ്വഭാവമുള്ള കഥയാണ്. ഒറ്റ ഒരു വൺ സ്ട്രെച്ച് ഓഫ് ഇവന്റ്സ് അല്ലേ, അത് പിന്നെ സിംഗിൾ ലൊക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മൂവ്മെന്റ്, ഇപ്പം ഒരാൾ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞു, അടുത്ത കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞപ്പോൾ ആ ഒരു മൂവ്മെന്റ് എല്ലാവരുടെയും മൂവ്മെന്റ് കൊറിയോഗ്രാഫി ഒന്ന് ഭയങ്കര ടഫായിരുന്നു. ഇത്ര ആൾക്കാർ കുറച്ച് 11 പേരെ തന്നെ നിർത്തണം എന്നുള്ള ഇതിന് ആലോചനക്ക് ആദ്യം ഇത് പലപ്പോഴും ഈ ഫിക്ഷണൽ എലമെന്റിലേക്ക് ആളുകൾ ഇതിനെ കൊണ്ടുവരുമ്പോൾ ഇത് നമ്പർ കുറയ്ക്കും, ഒരാളുടെ ഈ പറഞ്ഞ 2 ക്യാരക്ടർ ഒന്നാക്കും, അങ്ങനെ ഈ വെട്ടിച്ചുരുക്കലുണ്ടല്ലോ. അങ്ങനെ വെട്ടിച്ചുരുക്കുന്ന ഞാൻ ആലോചിച്ചത്, ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചത് ഇതൊരു 6 പേരൊക്കെ വെച്ചാണ് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. നമുക്ക് വണ്ടിക്കകത്ത് ക്യാമറ വയ്ക്കാൻ 11 പേര് കയറിയ ഒരു അങ്ങോട്ട്. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു കുറച്ചുകൂടെ ഓരോരുത്തരുടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണെങ്കിൽ നമുക്ക് അവരുടെ ക്യാരക്ടേഴ്സിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനുള്ള കുറച്ചും കൂടെ ഒരു ഈസിനെസ് കിട്ടും പ്രാക്ടിക്കലി ആണെങ്കിലും. അപ്പം പിന്നെ ഞാൻ ആലോചിച്ചു, അപ്പോൾ ഈ സിനിമ ഇറങ്ങി ഈ 11 കാണാൻ പോകുമ്പോൾ ഞാൻ ഇവിടെയെന്ന് അവർ തോന്നില്ല. അത് ഭയങ്കര ഒരു വിഷമമായിരിക്കില്ല. കാരണം അവരെല്ലാവരും അവരുടെ പാട്ട് നിൽക്കണം. അപ്പം എന്തായാലും ഒരിക്കലും ഒരാളെ കുറയ്ക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും വെച്ച് തന്നെ ചെയ്യണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയായിരുന്നു. ഈ അതേപോലെ ഇപ്പം ഇതിൻ്റെ ഒരു ഇമോഷണൽ ജേർണി ഉണ്ടല്ലോ. അപ്പോൾ എനിക്കതിൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നിയൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോലെ ഒന്നും വെറുതെ ചെയ്യുന്നില്ല. തുടക്കം മുതൽ നമ്മൾ കാണുന്ന ഓരോ സീനിനും പിന്നെ അതിനൊരു അർത്ഥവും അതിനുള്ള സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ സുഭാഷിന്റെ ജേർണി സംഗതിയും ചൈൽഡ്ഹുഡും പറയുമ്പോൾ അതൊരു പാരലൽ ഭയങ്കര രസമുള്ള ഒരു സ്റ്റോറി ആവുന്നുണ്ട്. അയാളുടെ സോള് അല്ലെങ്കിൽ അത് റിവീൽ ആവുന്ന രീതിയിൽ. കാരണം നമുക്ക് സുഭാഷിനെയാണ് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കട്ടാവുന്നത്. ബാക്കി ഓരോ ക്യാരക്ടറിന്റെയും ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ലൈവായി കാണുകയാണ്. അതിനെ എഴുതിണ്ടാക്കിയത് ഏത് ഘട്ടത്തിലാണ്? തുടക്കത്തിൽ തന്നെ ആലോചിച്ചാൽ ഞാൻ സുഭാഷിന്റെ അമ്മയായിട്ട് കുറെ സമയം സംസാരിച്ചു. രത്നമ്മ എന്നാണ് പേര്. സുഭാഷിന്റെ അമ്മ എനിക്ക് ഭയങ്കര, അതുകൊണ്ടാണ് സുഭാഷിന്റെ അമ്മ അത്രയും സ്ട്രോങ് ആയിട്ട് കുറച്ച് സീനുകളിലെങ്കിലും ഭയങ്കര ഒരു എക്സ്ട്രീംലി സ്ട്രോങ് ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നത്. ബിക്കോസ് അവർ ഒറ്റയ്ക്കാണ് ഈ 2 സുഭാഷിന് ഒരു അനിയനുണ്ട് സുമേഷ്, 2 പേരെയും അച്ഛൻ ചെറുതിലേ മരിച്ചുപോയി. അപ്പം അവരാണ് വളർത്തിയത്. അപ്പം ഒരു സ്ട്രോങ് വുമൺ. ആൻഡ് സുഭാഷ് നമ്മളൊക്കെ പോലെ, സോറി നമ്മളെ പോലെ എന്നെ പോലെ അത്ര നല്ല വെക്കാനൊന്നുമല്ല. അപ്പം അങ്ങനെ 2 തലർച്ച് പിള്ളേരെ വളർത്തുക, അത് തലർച്ച് അത് സുഭാഷ് ഞാൻ പറഞ്ഞത് നോക്കി അത്രയും എന്താ പറയുക, ആ പിള്ളേരെ വളർത്തുക, എന്നിട്ട് അതിലേക്ക് ഒരുത്തുമ്പോ കുഴിച്ചാട്. അപ്പം അവരെന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ ചെറുതിലെ വിട്ടുപോയി, ഇനി നീയും വിട്ടുപോയി പിന്നെ എന്താണ്. അപ്പൊ അത്രയും ട്രോമയിൽ കൂടെ പോയ അവർ, അതുകൊണ്ടാണ് അവർക്ക് അത്രയും ദേഷ്യം വന്ന്. കാരണം ഭർത്താവ് നേരത്തെ പോയി, പിന്നെ ഈ 2 മക്കളിൽ നീയും ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ നേരത്തെ പറയണം എന്നുള്ള ആകെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ കട്ട് ചെയ്യണം. അപ്പം അത്രയും ഇതുണ്ട്. അപ്പം അമ്മ ഒരു മെയിൻ കട. അപ്പം ചെറുപ്പത്തിൽ ഞാൻ കാണിക്കുന്ന അമ്മയുടെ അടുത്താണ് പേടിക്കുമ്പോൾ പോയി കിടക്കുന്നത്. എത്ര വലുതായാലും തൊട്ടടുത്ത് അമ്മ വന്ന് കിടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പം അടുത്ത് തന്നെയാണ്. കാരണം സുഭാഷിന്റെ അമ്മയാണ് പറയുമ്പോൾ, സുഭാഷിന്റെ അമ്മ നോക്കുമ്പോൾ ഇവര് ടൂർ പോയിട്ടൊന്നും വെള്ളച്ചാട്ടത്തിൽ വീണു എന്ന് പറയുന്നു. 6 മാസത്തോളം ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഇവര് നോക്കുമ്പോൾ ആ ഏതോ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്ന ശേഷം രാത്രി കരച്ചിലും ബഹളവും. കാരണം സുഭാഷിന് കണ്ണടയ്ക്കാൻ പറ്റില്ല. കാരണം കണ്ണടയ്ക്കും ഇരുട്ടാവുമ്പോൾ അവിടെ എത്തും. അപ്പം അതൊരു ഭീകരാവസ്ഥയാണ്, ഉറങ്ങാൻ പറ്റില്ല. അപ്പം അത് അമ്മയാണ് എനിക്ക് ഫുള്ളായിട്ട്. കാരണം സുഭാഷ് അത് പറയില്ല, ഞാൻ രാത്രി കിടന്ന് പേടിച്ച് കരഞ്ഞു, അതൊക്കെ ശരിക്കും അമ്മയാണ് പറയുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു തീവ്രത. അപ്പം അത് അങ്ങനെയാണ് അമ്മയുടെയും ഈ ബാക്കി ക്യാരക്ടേഴ്സും ഇതിൻ്റെ സുഭാഷിൻ്റെ ലേയേഴ്സ് കൂടുതൽ കിട്ടിയത് അമ്മയിൽ നിന്നാണ്. ഈ പയ്യന്നൂർ പോലെ കംപ്ലീറ്റ് വേറൊരു പശ്ചാത്തലത്തിൽ ജനിച്ച് ജീവിച്ച ഒരാളാണ് ചിദംബരം. അത് കഴിഞ്ഞിട്ട് ചിദംബരത്തിന്റെ പ്രൈമറി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്കൂളിംഗ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്താണ്. ഇതിനൊക്കെ വിട്ടൊരു സ്ഥലത്താണ് മഞ്ഞുമ്മൽ ബോയ്സും നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ വളരെ ചെറിയ കാലമാണ് ഇവരെ പരിചയപ്പെടുന്നത്. പക്ഷെ അവരുടെ റൂട്ട് എഴുതുന്ന സമയത്ത് അത് ഏറ്റവും വിശ്വസനീയമാക്കാം. അവർ പറയാൻ സാധ്യതയുള്ള അതേ ഡയലോഗിലേക്ക് അവർ പ്ലേസ് ചെയ്യാം. ഇതൊന്നും അല്ലാതെ അതിന്റെ തൊട്ട് ദൂരപരിധിയിലുള്ള ആക്ടേഴ്സിനെ അവിടെ പ്ലേസ് ചെയ്തിട്ട് അവരെ തന്നെ വിശ്വസനീയമാക്കാം. അത് പല ലെയർ പണിയാണല്ലോ.
ആക്ച്വലി ഇങ്ങനത്തെ ഒരു പണി ഞാൻ പണ്ട് അസിസ്റ്റന്റായിട്ട് എടുത്തിട്ടുണ്ട്. കമന്റി പാടത്തിലായിരുന്നു. അതൊരു നാടിന്റെ കഥ. അതൊരു കുറച്ച് റിയൽ ആൾക്കാരുടെ കഥ തന്നെയാണ് കമന്റി പാടം. അപ്പം അത് ഇതേപോലെ അപ്പം അതിന്റെ പ്രോസസ്സിലേക്ക് മനസ്സിലായി നാട് എത്ര ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ സ്പേസ്, അതിന്റെ ജോഗ്രഫി, വേരുകൾ, അതിന്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒക്കെ അത് കഥേന്റെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് അന്നേ ഞാൻ അത് നോട്ട് ചെയ്തു. അത് കൊള്ളാലോ പരിപാടി എന്ന് പറഞ്ഞാൽ അന്നേ ഞാൻ എടുത്തു വെച്ചു. അപ്പം എല്ലാം എൻ്റെ പുറത്ത് പിന്നെ അഡാപ്റ്റ് ചെയ്യാൻ എനിക്ക് എളുപ്പമായിരുന്നു. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുമ്പം എൻ്റെ വടക്കൻ ഭാഷയെ കളിയാക്കും. കണ്ണൂർ പോകുമ്പോൾ എൻ്റെ നീ എന്താ തെക്കന്മാരെ ഭാഷ സംസാരിക്കുന്നത് അത് കളിയാക്കും. അപ്പോൾ എനിക്ക് തന്നെ ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ട്. ഞാൻ വടക്കനും തെക്കനും അത് മാറി മാറി വരും. അത് ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ചില സമയം ഞാൻ ട്രിവാൻഡ്രം ആക്സൻറ്റിൽ സംസാരിക്കും. ബിക്കോസ് എൻ്റെ സ്കൂളിംഗ് എല്ലാം അവിടെയായിരുന്നു. പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വരുമ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ ഞാൻ പയ്യന്നൂർ ഭാഷ സംസാരിക്കും. ആ ഷിഫ്റ്റ് ആൾക്കാർക്ക് അപ്പം ഇപ്പം മധ്യ കേരളം ആകുമ്പോൾ എനിക്ക് അതിൻ്റെ രണ്ടിനും നടുക്കല്ല. ഓക്കെയാണ്. പിന്നെ അതിൽ എടുത്തു പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജീൻ പോളും ബാലും അവർ ബന്ധുക്കളാണ്. പക്ഷെ അവർ ഇതിൽ ബ്രദേഴ്സായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അത് സ്ട്രൈറ്റ് കണക്ട് ആവുന്നുണ്ട്. അത് നോർമൽ ഒരു സിനിമയിലുള്ള റൈറ്റിങ്ങിലോ സിനിമയിൽ കണ്ട ടെംപ്ലേറ്റിലും അല്ല അവരുടെ ആ ബോണ്ടിങ് വർക്ക് ആവുന്നത്. ഈ ഗണപതിയും ചിദംബരവും തമ്മിലും അങ്ങനെ ഒരു ബോണ്ടിങ്ങിൽ ജാനേമൻ കോ റൈറ്റർ ആയിട്ട് അടക്കം വന്നതാണ്. ഇത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ടൈമിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണോ? എങ്ങനെയാണ് ജീൻ ബാലു നമ്മള് ബാലു ഫസ്റ്റ് കാസ്റ്റ് ചെയ്തു. അപ്പൊ ബാലുവിന്റെ ചേട്ടൻ നോക്കുമ്പോൾ ബാലുവിന്റെ ചേട്ടൻ അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. അവരുടെ അച്ഛനായിട്ട് ഒറ്റ സീനിലുള്ളൂ അത് അഭിനയിച്ചിരിക്കുന്നത്. ലാലങ്ങളിലായിരുന്നു. കൊച്ചാപ്പയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അത് പിന്നെ അതിൽ നോക്കണ്ട, അത് ഭയങ്കര ബ്ലെൻഡായിട്ട് അത് അങ്ങോട്ട് പോയി. പിന്നെ ഈ ബ്രദേഴ്സ് തമ്മിലുള്ള സിബ്ലിംഗ് റൈവലറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും. ഞാനും ഇഷ്ടം പോലെ അടികൂടാറുണ്ട്. അപ്പം സഹോദരൻ ചേട്ട അനിയ അങ്ങനെ ഒരു ബന്ധമല്ല ഒരിക്കലും. സഹോദരന്മാർ തമ്മിൽ ശരിക്കുള്ള സഹോദരന്മാരാണ്. ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. പേര് വിളിക്കുക, അല്ലെങ്കിൽ അവരും പറയും ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ആവില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ സ്പർദ്ധ ഉണ്ടാവും എല്ലാ സിബ്ലിങ്സ് തമ്മിൽ. അത് കുറച്ച് കഴിയുമ്പോൾ മാറും. ചെറുപ്പത്തിലേ ഉണ്ടാവും അതിങ്ങനെ. അപ്പം അതെന്തായാലും അതങ്ങനെ തന്നെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം ഇവർ രണ്ടുപേരേക്ക് നേരിട്ട് അറിയാം. സിക്സൻ സിജുവും അവരെ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഭയങ്കര രസമാണ്. അപ്പൊ അവര് ചേട്ടല്ല എടാ ചേട്ടാ എന്നാ വിളിക്കുക. അപ്പൊ എടാ ചേട്ടാ നീ വീട്ടിൽ പോയി വണ്ടിന്ന് പിടിച്ചിറക്കുന്ന സീനൊക്കെ അതായത് ഫണ്ണാണോന്ന് വെച്ചാൽ ഫണ്ണാണ്. പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ട് അവരുടെ സീരിയസ് ആക്ട് ആണ്. അതെ 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 അല്ലേ. അപ്പൊ അങ്ങനെയാണ് എനിക്കൊന്ന് റിയൽ സിബ്ലിങ്സ് അവര് തല്ലും അതാണ് തോന്നുന്നു. ഒരു നാച്ചുറൽ ആയിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു ബന്ധം. എന്താണ് ചിദംബരത്തിന്റെ ഒരു റൈറ്റിംഗ് ചോയ്സ് വരിക? എങ്ങനെ എഴുതുക? അത് ഞാൻ എഴുതുമ്പം ഡൊമസ്റ്റിക് ഭാഷ ഉപയോഗിക്കുക. സാധാരണ സംവാദത്തിൽ വരുന്ന വലിയ കട്ടി പദങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെയാണ് നോർമൽ സംസാരിക്കുന്നത്. അങ്ങനെ എഴുതാനാണ് ശ്രമിക്കുക. പക്ഷെ ഓരോ ക്യാരക്ടേഴ്സും ഓരോ രീതിയിൽ സംസാരിക്കണം. എല്ലാവരും എല്ലാ സിനിമയിലും എല്ലാവരും ഒരേ ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരാവാൻ പറ്റില്ല. ചിലർ രണ്ടർത്ഥത്തിലും വാമൊഴിയാണെങ്കിലും സ്ട്രക്ചറിങ് ആണെങ്കിലും അത് എല്ലാവരും. അപ്പൊ അത് കാരണം അത് നമ്മൾ മാറ്റി എഴുതുമ്പോൾ തന്നെ ക്യാരക്ടേഴ്സ് ഓട്ടോമാറ്റിക്കലി വേറെ വേറെ ആവും, സെപ്പറേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡയലോഗ്സ് എഴുതുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ജാനിമല്ലായാലും ചില സ്ഥലത്ത് ഭയങ്കര ഓവർലി സിനിമാറ്റിക് ഡയലോഗ്സ് ഉണ്ട്, ചിലയിടത്ത് ഭയങ്കര ഡൊമസ്റ്റിക് യൂസേജ് ആണ്. അപ്പോൾ അതിങ്ങനെ അധികം അറിയാണ്ട് മാറ്റി ഇങ്ങനെ അധികം അറിയാണ്ട് ഇങ്ങനെ കയറ്റി ഇറക്കി കൊണ്ടുപോകാന്നുള്ളത്. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ എന്താണ് ദൈവം എന്ന് ചോദിക്കുന്നതിനെക്കാളും എന്താണ് മച്ചാനെ ദൈവം. അപ്പൊ അത് കുറച്ചുകൂടെ അതിനെ നോർമലൈസ് ചെയ്യുന്ന അതൊരു ഡൊമസ്റ്റിക് യൂസേജ്. അതുമാത്രമല്ല അതില് പാസീവ് ആൻസർ ആണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, വിശദീകരിക്കാൻ പോയ ഒരു സിനിമാറ്റിക് അല്ല, വെളിച്ചമായിരിക്കും അല്ലേ അല്ലെ അവനും സമയത്ത് ഉറപ്പില്ല. അപ്പൊ ഭാഷ നോക്കുമ്പോൾ മേളിൽ ഇരുട്ടാണ്, അവൻ പിന്നെ ഇരുട്ടാണ് കാണുന്നത്. ശരിക്കും ഇതിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ ഇത്തരം സാധനങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇത് പ്രീ കൺസീവ് ചെയ്യാനൊക്കെ ഏത് തരത്തിലെ ഗുണം ചെയ്ത്? രണ്ട് പാർട്ട് രണ്ടും ഭയങ്കരമായിട്ട് ഏത് എങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് രണ്ടുണ്ട്. ആസ് എ ഡി എനിക്ക് ഭയങ്കര, കാരണം എനിക്ക് കുറച്ച് നല്ല സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം അതിൻ്റെ വർക്ക് ഫ്ലോ പരിപാടി, അങ്ങനത്തെ പേപ്പർ വർക്ക്, അതിൻ്റെ ചാർട്ടിങ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഫൈനസ്റ്റ് സിനിമാറ്റോഗ്രാഫർമാരായ രണ്ടുപേരുടെ തട്ടകത്തിലുണ്ടായിരുന്നു, രാജീവ് രവിയും കെയ്യുമോഹനും. പിന്നെ സിനിമാറ്റോഗ്രാഫി വർക്ക് ചെയ്തുകൊണ്ട് ടെക്നിക്കൽ സൈഡ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ എന്തൊക്കെ ടെക്നിക്കൽ സാധനങ്ങൾ വേണം ടു അച്ചീവ് ഒരു സാധനം എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ടല്ല, അതിന് മുമ്പേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിന് ഇത്ര എക്യുപ്മെന്റ്സ് വേണം, ഇത്ര ലൈറ്റ് വേണം, അങ്ങനെ അങ്ങനെ ഇത്ര ട്രാൻസ്ഫർ. അപ്പോൾ അങ്ങനെ ഒരു പ്രീ വർക്കിന് അതെനിക്ക് ഇതെല്ലാം ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് തോന്നുന്നത്. ജാനേമൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ സ്ട്രക്ചർ വൈസ് ആണെങ്കിലും ടോട്ടൽ സിനിമ വൈസ് ആണെങ്കിലും കുറച്ചുകൂടി മിനിമലിസ്റ്റിക് ആയിട്ടുള്ള, നമ്മൾ വേണമെങ്കിൽ പറയാവുന്ന ഒരു ബജറ്റ് വൈസ് ആണെങ്കിലും കുറച്ചുകൂടി ചെറിയ പടമാണ്. ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു
സെറ്റിനകത്താണ്. പക്ഷെ സിനിമ എന്നുള്ളത് വലിയ പടമാണ്, അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് വലിയ രീതിയിലാണ്. ഇപ്പൊ ജാനേമനിൽ നിന്ന് ഇതിലേക്ക് വരുന്ന സമയത്ത് ആസ് എ ഫിലിം മേക്കർ, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും ഈ പുതിയ നിരയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലിം മേക്കർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ സിനിമ. ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു റൈറ്റിംഗ്, ഡയറക്ഷൻ, എല്ലാ പാർട്ടിൽ നോക്കിയാലും. അപ്പൊ അങ്ങനെ എല്ലാം കൂടി ഇപ്പൊ എന്താ പറയാ, ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമല്ലോ ഷൈജു ആയിട്ട് അല്ലെങ്കിൽ കുട്ടനുമായിട്ട്. ഇവർ ഓരോ ആളുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് തുടക്കത്തിലേ സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിൽ കമാൻഡ് ഉണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ചിദംബരത്തിന് എന്താണോ സ്വീകാര്യമാവുന്നത് അതിലേക്കാണ് എല്ലാവരും ബ്ലെൻഡായി വരുന്നത്. അത് ഈ പറഞ്ഞ ആദ്യത്തെ സിനിമ പോലെയല്ലോ രണ്ടാമത്തെ സിനിമയിൽ എത്തുമ്പോൾ. അത് എങ്ങനെയാ അത് സാധിച്ചെടുക്കുന്നത്? അങ്ങനെ എന്താ പറയാ, എന്റെ വിഷന്റെ കൂടെ എല്ലാവരും, കാരണം എല്ലാവർക്കും കഥ അറിയാം, എല്ലാവരും ഡോക്യുമെന്ററിയും കണ്ടിട്ടുണ്ട്. എവ്രി വൺ നോസ് ഇതിന്റെ ഒരു അംശം സ്ക്രീനിൽ വന്നാൽ ഇത് വിജയിക്കുന്ന അവർക്കറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരു വിശ്വാസവും നല്ലൊരു ടൂൾ ആയിരുന്നല്ലേ. അല്ലെങ്കിൽ 11 പേരോട് ഞാൻ കഥ പറഞ്ഞു 11 പേര് കണ്ടീഷൻ ചെയ്തെടുക്കാൻ. പിന്നെ അത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്, നോട്ട് ജസ്റ്റ് ഫോർ ആക്ടേഴ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞാൻ ഉണ്ട്. HODസും ADസും വെറുതെ നീ എന്നൊരു 5 വെറുതെ ഡോക്യുമെന്ററി പടത്തിൽ വരയ്ക്കുന്ന എല്ലാവരും കാണിച്ചു. അപ്പൊ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ആ സീക്വൻസ് ഓഫ് ഇവന്റ്സ് അറിയാം. അങ്ങനെ അപ്പൊ അത് ഹെൽപ്പ് ചെയ്തു ഭയങ്കരമായിട്ട്. പിന്നെ അതാണ് ഡോക്യുമെന്ററിയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ ഡോക്യുമെന്ററി ഫസ്റ്റ് വേസ്റ്റ് അല്ല. കുറെ ഡോക്യുമെന്ററീസ് വർക്ക്, ഞാൻ സീഡിന്റെ ക്യാമറമാൻ ആയിരുന്നു കുറച്ച് കാലം. അപ്പൊ അങ്ങനെ കുറെ ഡോക്യുമെന്ററികളിൽ ഞാൻ ക്യാമറ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡോക്യുമെന്ററി വലിയൊരു സ്കൂളാണ്. എല്ലാ ഫിലിമിക്കും കുറച്ച് ഡോക്യുമെന്ററി ചെയ്യണമെന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. കാരണം ഡോക്യുമെന്ററിയിൽ ഒന്നും നമ്മളുടെ കൺട്രോളല്ല. പക്ഷേ യു ഹാവ് ടു ഷോ ലൈഫ്. അപ്പൊ നമ്മൾ എവിടെ, എങ്ങോട്ട്, എന്തിന്, എങ്ങനെ പോയിന്റ് ചെയ്യണം എന്നുള്ളത് അതൊരു വലിയ സ്കൂളാണ്. സിനിമയേക്കാൾ വലിയൊരു ഇമോഷൻ നമുക്ക് ഓർഗാനിക്കലി ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷെ സബ്ജക്ട്സ് ആരും നമ്മളെ കൺട്രോളല്ല. അപ്പം അത് ട്രെയിൻ ചെയ്ത് അതൊരു നല്ല ട്രെയിനിങ് ആണ്. അപ്പൊ നമുക്ക് എവിടെ, എങ്ങനെ ക്യാമറ വെക്കണം, എവിടെ വെക്കണം, എന്തിന് വെക്കണം. അപ്പം അത് മൂന്നും നമ്മളത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ വരുമ്പോൾ നമ്മളെല്ലാം നമ്മളെ കൺട്രോളിലാകുമ്പോൾ ഇറ്റ് ഈസ് കുറച്ചും കൂടെ. അപ്പൊ നമുക്ക് ലൈഫാണല്ലോ നമ്മൾ സിനിമയിൽ എലിവേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ ലൈഫും കാണാൻ പറ്റും ഡോക്യുമെന്ററിയിൽ. അത് ഡോക്യുമെന്ററി വലിയ ഉപകാരം തന്നെയാണ്. ഇപ്പൊ ഇതില് ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂടുതൽ ഡ്രമാറ്റിക് ആയി കൂടുതൽ ടെൻഷനും ബിൽഡപ്പും നടക്കുന്നത് ഇവർ ഗുണാക്കേവിലെത്തി ഈ സ്പെസിഫിക് ഇൻസിഡന്റിന് ശേഷമാണല്ലോ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ നിലയ്ക്കും ഒരു ടെൻഷനും ബിൽഡപ്പും നിലനിർത്തണം, എന്നാൽ വലിയ ട്വിസ്റ്റുകളിലേക്ക് പോകാൻ പറ്റില്ല. അത് ആ പിരിമുറുക്കം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു കൃത്യതയോടെ പോകുന്ന ഒരു ഇതല്ലോ. ഇപ്പൊ എഴുത്തിലും പിന്നെ അതിന്റെ മേക്കിങ്ങിലും അത് വളരെ ഈസി ആയിട്ടുള്ള സാധനം, അത് ഭയങ്കര അനായാസമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ? അതെങ്ങനെ ആ റൈറ്റിംഗ്, ഞാൻ നമ്മൾ പറയുന്നത് ആഫ്റ്റർ ഇന്റർവെൽ, പോസ്റ്റ് ഇന്റർവെൽ റൈറ്റിംഗും മേക്കിങ്ങും എത്രത്തോളം സുഖകരമായിരുന്നു? ആക്ച്വലി നമ്മളത് ആലോചിക്കുമ്പോൾ ഈ സിനിമാറ്റിക്കലി ആലോചിക്കുമ്പോൾ ഈ റെസ്ക്യൂ കുറച്ച് മോണോട്ടോണസ് ആണ്. ഒരാൾ കുഴിയിലിറങ്ങുന്നു, അയാൾ എടുക്കുന്നു, 5 മണിക്കൂർ അയാൾ പുറത്തിറങ്ങും, അത്രയും. പക്ഷെ അങ്ങനെ കാണിക്കാൻ പറ്റില്ല, സിനിമയാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കട്ട് ബാക്സ് പോവുകയും പിന്നെ പടം കുഴിക്കകത്തായിരുന്നു, പുറത്തായിരിക്കണം. മാക്സിമം പടം നടക്കുന്നത് ബോയ്സിന്റെ മൈൻഡിലേക്ക് കൂടെയാണ്. അകത്ത് കുടുങ്ങിപ്പോയാൽ അത് കുറേ സമയം കുടുങ്ങിപ്പോകും ക്യാമറയോടെ. അപ്പോൾ അത് പുറലോ അങ്ങനെ. അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ആൾക്കാർ എൻഗേജിങ് എഴുതുന്നത് അത് എളുപ്പമായിരുന്നല്ലോ. കാരണം ഇത്രയും ആ ക്യാരക്ടേഴ്സ് കൊണ്ട് ഈ റെസ്ക്യൂ എങ്ങനെ എൻഗേജിങ് ആക്കാം, എങ്ങനെ ഓരോ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് കഴിയുമ്പോൾ അടുത്ത പോയിന്റ്, അടുത്ത ഹൈ പോയിന്റ് അത് മാനുഫാക്ചർ ചെയ്ത്. കാരണം അത് സിനിമാറ്റിക് ലിബർട്ടി എടുത്ത് തന്നെ അത് എഴുതിയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് അവരോട് ചോദിക്കണം, ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. തീർച്ചയായും. കാരണം എല്ലാവരും എനിക്ക് നേരിട്ട് അറിയുന്നവരാണ്, സ്ട്രേഞ്ചേഴ്സ് അല്ല. എനിക്ക് അറിയാത്തവരാണെങ്കിൽ എനിക്ക് എല്ലാവരും നേരിട്ട് അറിയുന്നവരാണ്, എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നവരാണ്. അപ്പം നാളെ കണ്ട അപ്പം ഞാൻ എവിടെ സിനിമയിൽ എന്ന് വെച്ചാൽ എനിക്ക് അവരുടെ ഇൻവോൾവ്മെന്റ്, അവരുടെ ആ സമയത്ത് മനസ്സെന്താണ്. 18 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് മഞ്ഞുമൽ ബോയ്സിന്റെ പൂജയ്ക്കാണ് ഇവർ തിരിച്ചു കൊടയിൽ വരുന്നത്. നമ്മളവരെ കൊണ്ടുവന്നു, ഗുണയിൽ കൊണ്ടുപോയി. അകത്തിറക്കിയില്ല, അകത്തിറക്കേണ്ട അത് ട്രോമാറ്റിക് ആണ്. ജസ്റ്റ് ഗുണയിലെ വേരുകളുടെ ഏരിയയിലൊക്കെ തന്നെ സുഭാഷ് വന്നു, ഒരു 5 മിനിറ്റ് നിന്നു, തിരിച്ചു. അപ്പം സുഭാഷിന് ഇതൊരു വലിയ പുസ്തകം അടച്ച പോലെ ഒരു ഫീല് കിട്ടി എന്ന് പറഞ്ഞു. ഈ സിനിമയുടെ കൂടെ ഇറങ്ങിയപ്പം ഫുൾ ക്ലോസ്. കാരണം ഇവര് സുഭാഷിന്റെ എന്ന് വെച്ചാൽ സുഭാഷ് തിരിച്ച് ഇവർ എന്നിട്ട് നാട്ടിൽ ഇവിടെ കള്ളമാണ് പറയുന്നത്. കാരണം എന്തോ പേടിച്ചിട്ട് ഇനി ടൂറിന് പോകാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള അന്നത്തെ ഒരു ചെറിയ ഒരുത്തരം അവർ പറഞ്ഞു വെള്ളച്ചാട്ടത്തിന് വഴുതി വീണെന്ന് പറഞ്ഞു. പക്ഷെ അത്രയും സാരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. എന്തോ ഭയത്തിന് ശരിക്കും പരിക്കുകളുണ്ട് ഇപ്പോഴും. അതാണ് ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം കള്ളം പറഞ്ഞുകൊണ്ട് കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ല സുഭാഷ്, ഫിസിക്കലിയും സൈക്കോളജിക്കലിയും. അപ്പോൾ ഒരു ഇന്നത്തെ പോലെ മെന്റൽ ഹെൽത്ത് വെൽബീങ്ങിനെ പറ്റി അന്ന് അത്ര അല്ല. നമുക്ക് ഇപ്പം നമുക്ക് ട്രോമ കൗൺസിലിംഗ് ഒക്കെ സർക്കാർ ഹോസ്പിറ്റലുകളുണ്ട്, അന്നില്ല എന്നാണ്. അന്ന് അത്ര ആൾക്കാർക്ക് അറിയില്ല. അല്ലെങ്കിൽ അപ്പം സുഭാഷിന് കുറേ കാലം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ കൃത്യമായ മരുന്നുകൾ, കൃത്യമായ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറയും.
അപ്പം തിരിച്ച് കൊടയിൽ വന്ന് ഇതും കൂടെ ഈ പടം കൂടെ കണ്ടപ്പോൾ സുഭാഷിന് മൊത്തത്തിലൊരു ക്ലോഷർ കിട്ടിയതാണ് സുഭാഷ് പറയുന്നത്. അതങ്ങ് അടച്ചു, ആ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. അങ്ങനെ അതാണ് സംഭവം. ഇപ്പം 11 പേരുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു ഹീറോസ് ജേണി ആക്കാൻ പറ്റില്ല, ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ മറ്റവരോട് നീതി പുലർത്തണം എന്ന പോലെ ഈ ആക്ടേഴ്സിൽ എത്തുമ്പോൾ ഇവരെല്ലാം നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കണല്ലോ. ഒരാൾ പാളിപ്പോവരുത് സ്ക്രീനിൽ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചന്തുവിന്റെ ക്യാരക്ടർക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോയെന്ന് തോന്നാം, പിടിവിട്ടു പോയാൽ. അതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുത്ത ആ ഏരിയ? ബ്രീഫ് കൊടുക്കും, പക്ഷെ എനിക്ക് വലിയ ബ്രീഫ് കൊടുക്കേണ്ടി വരും. ബിക്കോസ് ആ ഡോക്യുമെന്ററി എല്ലാ പരിപാടി ഇതാണ് സീൻ എന്ന് പറയുമ്പോൾ ഓക്കെ മറ്റേ പരിപാടി നമ്മളിപ്പോൾ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ബ്രീഫ് എന്ന് വെച്ചാൽ ബ്രീഫ് എനിക്കത് ആ സമയത്ത് നമ്മൾ വരുന്നതാണ്. ആ ക്യാമറ ആ ഒരു ഫുൾ പരിപാടിയിൽ സൗബിക്കൊക്കെ കുറച്ച് ബ്രീഫ് കൊടുത്തത്. ബ്രില്യൻ്റ് ആക്ടറാണ്. അപ്പം സൗബിക്കയുടെ മുഖത്താണ് ആ സ്ട്രെസ്സും പരിപാടി. അപ്പോൾ അത് കൃത്യമായിട്ട് കൺവേ വരുന്നത്. ഞാൻ അധികം ബ്രീഫ് ചെയ്തിട്ടില്ല സൗബിക്ക അങ്ങനെ. കാരണം ഈ ഇറങ്ങുന്നത് ഹാർനസ് റോപ്പിലാണ്. ആ റോപ്പ് കയറി ഇറങ്ങുമ്പോൾ തന്നെ മുഖത്ത് പകുതി സാധനം വരും. അത്രയും ടൈറ്റ്, അത്രയും ഞാൻ കയറി. എന്തായാലും ഞാനാണ് ഫസ്റ്റ് ഹുക്ക്. ഞാൻ ഷൈജുക്കും കയറി. ഒട്ടും എളുപ്പമല്ലത്, വെരി ടഫാണ്. ഇങ്ങനെ ഈ സൗബിക്ക് ഇറങ്ങിയ പോലെ ഇങ്ങനെ ഇറങ്ങാൻ. അത് 30 അടിയിലേക്കാണ് നിങ്ങൾ പ്ലേസ് ചെയ്തത്? അല്ലല്ല, 120 അടിയാണ്. 30 അടിയുടെ 3 പീസായിരുന്നു. പക്ഷേ ഞാൻ ഈ 30 അടി കയറി മേളിൽ വെക്കുമ്പോഴേ എനിക്ക് തല ഇറങ്ങി. ഇറക്കി കാരണം അത്രയും പേടിയാണ്. പേടിയാവും. സെറ്റാണെന്ന് അറിയാം, എനിക്ക് ചുറ്റും ഇത്രയും സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് എന്നറിയാം, ഇത്രയും ആൾക്കാരുണ്ട്, ഇത് പുറംലോകമാണെന്ന് അറിയാം. എന്നിട്ടും എനിക്ക് അത്രയും പേടിയായി. അപ്പൊ ഈ ഇറങ്ങിയ ആളുടെ എന്തായിരിക്കും യഥാർത്ഥം ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ഫിസിക്കലി അത്രയും ശക്തി വേണം. അപ്പൊ കണ്ടില്ല സിജുരയോട് ഒരു തൊഴിലാളി ആയതുകൊണ്ടാണ് അതിന് പറ്റി. അല്ലാണ്ട് ഒരു ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് അത് പറ്റില്ല. കാരണം കയറിൽ നമ്മളെ ഇവിടെയാണ് പ്രഷർ വരുന്നത്. ഈ പ്രഷർ വെച്ചിട്ട് എത്ര സമയം നിൽക്കും? കാരണം നമ്മളെ ഈ അര നുറുങ്ങിപ്പോകുന്ന പോലെ ഫീൽ ചെയ്യും. അതിന്റെ മേളിൽ ഒരുത്തരും കൂടെ പിടിച്ച് മേളിലേക്ക് വരണം. അതും നേരായ കുഴിയല്ല, വളഞ്ഞിട്ട് പോകുന്ന ചില സ്ഥലത്ത് വലിച്ച് കയറ്റും. അപ്പൊ ആ പ്രോസസ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചില്ല. അത് കുറച്ച് മോട്ടോൺസ് ആയിട്ട് ഓക്കെ, അതാ ഭയങ്കര ടഫായിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ അത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് പകുതി വരുന്നുണ്ട്. പിന്നെ സൗബിക്കയ്ക്ക് അതിൻ്റെ നുവാൻസസും പരിപാടികളും ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു ഹീറോ ആവരുത്. സാധാരണക്കാരൻ ഇറങ്ങുന്നു, അതിനുള്ള ഭയവും അതിൻ്റെതായ ആശ്ചര്യം എല്ലാം ഉണ്ടാവണം പറഞ്ഞു. കാരണം നല്ല ഭയം വേണം മുഖത്ത്. ഒരിക്കലും ഞാൻ ഇറങ്ങുന്നു സുഭാഷ് സൂപ്പർ ഹീറോ ആവരുത്. കാരണം ഇത് സാധാരണക്കാരുടെ പരിപാടിയാണ്. നിങ്ങളും വളരെ ഫുൾ പേടിയോടെ തന്നെയാണ് ഇറങ്ങുന്നത്. അങ്ങനെ തന്നെ അതുകൊണ്ടാണ് അങ്ങനെ സൗബിക്കോട് പറഞ്ഞത്. അതായിരുന്നു എൻ്റെ ബ്രീഫ്. പിന്നെ ചന്തുവിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ ചന്തുവിന് അഭിലാഷ് റിയൽ കാരൻ അഭിലാഷായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചന്തു ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അഭിലാഷ് ഇതേപോലെ അവിടെ പോയി അങ്ങ് സ്റ്റക്ക് ആവുകയാണ്. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. കാരണം എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് അപ്പോൾ ഉണ്ടാവുന്ന ചില ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഫ്ലിപ്പാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ട് അങ്ങ് പോകുന്ന കാണുമ്പോൾ ഒരാൾ ഫ്ലിപ്പാവുന്നത് ഞാൻ ഹാവ് സീൻ ഇറ്റ്. അപ്പം അത് ചന്തുവിനോട് പറഞ്ഞത് ഇങ്ങനെ അത് അങ്ങനെ കയ്യിൽ നിന്ന് പോകും. ചന്തു അത് ഞാൻ അത്ര പറഞ്ഞുള്ളൂ. ബാക്കി ചന്തുവിന്റെ കയ്യിൽ നിന്നായിരുന്നു പരിപാടി. അതാണ് ആ വേർപ്പോഴാണ് അതിന്റെ ഗ്രാവിറ്റി കൂടിയെന്ന് തോന്നുന്നു. അവൻ പോയി, സുഭാഷ് പോയി എന്നുള്ളതിന്റെ ഗ്രാവിറ്റി ഓഡിയൻസിൽ ആ ഗ്രാവിറ്റി കയറുന്നത് സുഭാഷ് പോയി അത് ആ മൊമെന്റിലാണ് വരുന്നത് എനിക്ക് തോന്നുന്നു. അല്ല, ഈ ചിദംബരം നേരത്തെ പറഞ്ഞു ഇതൊരു ബ്രില്യന്റ് ഡിസിഷൻ ആണല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ ഗുഹയിലേക്ക് വീണ അല്ലെങ്കിൽ ഇത്രയും ആഴത്തിലേക്ക് വീണ ഒരാളിലേക്ക് വന്ന് അയാളുടെ ഇമോഷനിലൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു മൊണോട്ടണസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ടല്ലോ സർവൈവൽ ഡ്രാമയിൽ നിന്നും പകരം മറ്റ് പുറത്തുള്ളവരിലെ ഓരോ ആളുകളിൽ നിന്നും ഇതിന്റെ ഒരു ഇന്റൻസ് അത് ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ള സാധനം അത് ആദ്യ ആലോചനയിൽ തന്നെ വന്നതാണോ? തീർച്ചയായും. ഇവര് പറഞ്ഞ ഡയലോഗ് എനിക്ക് നമ്മൾ 11 പേര് മഞ്ഞുമ്പിൽ നിന്ന് 11 തിരിച്ചു പോകാൻ പറ്റും. കാരണം അവന്റെ അമ്മേനെ നാളെ കാണാനുള്ളത് അറ്റ്ലീസ്റ്റ് ബോഡിയെങ്കിലും കൊണ്ടുവരണ്ടേ. അതാണ് അവരുടെ നിങ്ങൾ ഇറങ്ങിയിട്ടില്ലേ ഞാൻ സൗബിനുള്ള കൗണ്ടർ ഡയലോഗ്. അതാണ് നിങ്ങൾ ഇറങ്ങി ഒന്ന് സമ്മതിച്ച് നമ്മൾ 11 പേരെടുത്ത് കുഴി ചാടുന്നു പറഞ്ഞു. അവർ ചാടാൻ റെഡിയായിരുന്നു 11. കാരണം ഇവർക്ക് ഒരാളില്ലാണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പം അത് തന്നെയാണ് ആ ഒരു കുറച്ച്. പിന്നെ കുട്ടനാണ് പോയി സുഭാഷിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നത്. പോയിട്ട് വരെ അമ്മയെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പിന്നെ ഇല്ലാണ്ട് അറ്റ്ലീസ്റ്റ് ബോഡി എങ്കിലാണ് പറഞ്ഞത്. അല്ലാണ്ട് പോകാൻ പറ്റില്ല. കാരണം സുഭാഷിന് ജീവനോട് താഴെ ഉണ്ട് എന്നൊക്കെ പിന്നെ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഇറങ്ങും. അവരെ മരിച്ചു തന്നെയാണ് വിചാരിച്ചോണ്ടിരുന്നത്. നമ്മളിപ്പോൾ എപ്പോഴും പറയുകയാണെങ്കിൽ ഈ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന എത്രയോ സിനിമകളിൽ ഭൂരിഭാഗം സിനിമകളിലും സിനിമയിൽ മാത്രം ജനിച്ച് ജീവിച്ച് സിനിമയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന
സിനിമയിലെ മാത്രം സ്റ്റോറി വേൾഡിൽ ഉണ്ടാവുന്ന മനുഷ്യരായിട്ട് കാണുന്നത്. ഇപ്പം ജാനേമനിൽ നോക്കിയാലും ഇവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് തൊട്ടടുത്തോ നമ്മളിലോ അങ്ങനെ പലതരത്തിൽ കാണാവുന്ന, ഇപ്പൊ അത് അതിസാധാരണ മനുഷ്യര്, നോൺ പ്രിവിലേജ് മനുഷ്യർ, ഈ വർക്കിംഗ് ക്ലാസ്, ഇവരെയൊക്കെ നമുക്കത് തൊട്ടറിയാൻ പറ്റുന്ന വിധത്തിലാണ് രണ്ട് സിനിമയിലും. അത് ഭയങ്കര യുണീക്നെസ് ആയിട്ടും ചിദംബരത്തിന് രണ്ട് സിനിമയിലും സാധിച്ചൊരു സംഗതിയായിട്ടും തോന്നുന്നുണ്ട്. അതെങ്ങനെയാണ് എളുപ്പം വരുന്നത്? കാരണം എങ്ങനെയാണ് അത് എളുപ്പം? ക്യാരക്ടർ ഉണ്ടാക്കുമ്പോൾ ക്യാരക്ടർ ഒരു സീന് ഉള്ളെങ്കിലും ക്യാരക്ടർ ഞാൻ ബാക്ക് സ്റ്റോറി ഉണ്ടാക്കും. അയാളെ ജനിച്ചതും അയാളുടെ കുടുംബത്തിലെ പ്രശ്നവും അയാളുടെ ബാക്കിയുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു 1-2 പരിപാടി സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ആ സ്റ്റോറി ഉണ്ടാവും. സ്റ്റോറി ഉണ്ടാവും, ബാക്ക് സ്റ്റോറി കൃത്യമായിട്ട് ഇയാൾ എന്താണ്, ആരാണ്, വേർഡ് സി കം ഫ്രം, ഹൗ ഡസ് ഹി ബിഹേവ് ആൻഡ് വാട്ട് ഓൾ തിങ്സ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ ഉള്ളത് കൃത്യമായ ഒരു സാധനം ഉണ്ടാക്കിയിട്ടാണ് ആ ക്യാരക്ടർ ഉണ്ടാവുക. ആക്ടറിനോട് ബ്രീഫ് ചെയ്യും, ഫുൾ ബ്രീഫ് ചെയ്യും, ഇതാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒറ്റ ഡയലോഗ് ഉള്ളൂ. ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ചിലപ്പോൾ ഒറ്റ ഡയലോഗ് പറയാൻ. അപ്പം അങ്ങനെ ഒരു സ്ഥലം അഭിറാമായാലും മാക്സിമം ഇവൻസ് ജാനേമനിലും അവരുടെ ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇവിടെ മറ്റേ പാലക്കാട് ഒരു ഗ്രാമത്തിൽ ജനിച്ചു, പറഞ്ഞ എഞ്ചിനീയറിംഗിന് തോറ്റു, വീട്ടിൽ കടം കുറേ എല്ലാം നടന്നു, അങ്ങനെ അവസാനം ഗതികെട്ട് തുടങ്ങി എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ആവാം, അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും മുഖത്തടിച്ചാലും ചിരിക്കണം, അതാണ് മാക്സിമം. അപ്പോൾ അതാണ് എൻ്റെ ബ്രീഫ്. അപ്പോൾ ആ ബാക്ക് സ്റ്റോറി പക്ഷേ പടത്തിലില്ല, പക്ഷേ ആ ക്യാരക്ടറിൽ അത് റിഫ്ലക്റ്റഡ് ആണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ആ ബാക്ക് സ്റ്റോറി കൃത്യമായിട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും അറിഞ്ഞാലേ ആ ക്യാരക്ടറിന് ഒരു ഡയലോഗ് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വേണം ആ ഡയലോഗ് വരാൻ. ഈ ഞാൻ റൈറ്റിംഗിൽ ഭയങ്കര ഈസി ആയി തോന്നുകയും പക്ഷെ എന്നാൽ ഈ പറയുന്ന ഇത് മേക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ ഭയങ്കര പ്രയാസകരമായിട്ട് തോന്നിയൊരു ഏരിയ ഇതാണ്. സുഭാഷ് കുഴിയിൽ പോയി എഴുതി കഴിഞ്ഞു, ഇതിന് എങ്ങനെ എടുക്കും, എഴുതാൻ ഭയങ്കര എളുപ്പമായിരുന്നു. നോക്കുന്ന സുഭാഷ് കുഴിയിലേക്ക് വീഴും, കഴിഞ്ഞു, ഒറ്റ വരിയിൽ പരിപാടി കഴിഞ്ഞു, ഇതെങ്ങനെ എടുക്കും. അതായിരുന്നു അങ്ങനെ. എഴുത്തും ഇതുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ചിലത് എഴുതിയ സാധനങ്ങളോ ഇത് ഇവിടെ നടക്കില്ല എന്ന് മനസ്സിലായി. ചിദംബരം എന്ന ഫിലിം മേക്കർ, ചിദംബരം എന്ന റൈറ്ററിനെ എന്തോടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തിരിഞ്ഞും ചോദിക്കാറുണ്ട് റൈറ്റർ, എന്താ പോരല്ലോ ഈ സീൻ കുറച്ചും കൂടെ നല്ലായിരുന്നു, അങ്ങനെ അങ്ങനെ ഉണ്ട്. അപ്പം റൈറ്റിംഗ് കുറച്ച് ഭയങ്കര ടഫാണ്. എനിക്ക് ഞാൻ 3 പണി എടുക്കുന്നതിൽ എനിക്ക് ഏറ്റവും ടഫ് റൈറ്റിംഗ് തന്നെയാണ് തോന്നുന്നത്. മേക്കിംഗ് കുറച്ചും കൂടെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പണിയായിട്ട് എളുപ്പമാണ്. എളുപ്പമൊന്നല്ല, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ എന്താണ് യൂസ്ഡ് ആണ്. റൈറ്റിംഗ് എന്ന് പറയുമ്പം കുറേ പ്രശ്നം. ഒരു സ്ഥലത്ത് ഇരിക്കണം, ആദ്യം സ്വയം ഇരുത്തണം, മടി മാറ്റണം, ഇരുന്ന് എഴുതണം, അതൊരു വലിയ പരിപാടിയാണ്. നമ്മൾ ഈ കാണുന്ന ഫൈനൽ ഔട്ട് ഉണ്ടല്ലോ, ഈ തിയേറ്ററിൽ ആളുകൾ ഭയങ്കര എന്റർടൈൻ ചെയ്ത് എൻഗേജിങ് ആയി ഈ പറയുന്ന നിറകണ്ണുകളോടൊക്കെ ഇറങ്ങി വന്ന് ഭയങ്കര ഹാപ്പി ആവുന്ന ഇറങ്ങുന്നത്. ഇപ്പം എനിക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തോന്നുന്നു, നമ്മളുടെ തന്നെ നമ്മൾ മാളത്തിൽ വെച്ചിരുന്ന സിനിമയിൽ ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എല്ലാം സീക്വൽ വരുമെന്ന് പറയുമ്പോൾ ഒരു നിലയ്ക്കും ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ സിനിമ എൻഡേർ ഉണ്ടാക്കുന്ന സമയത്ത് ചിദംബരം സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പലരും പറയാറുണ്ട് ഭയങ്കര സ്ട്രെസ്, ട്രോമാറ്റിക് എന്നുള്ളത്. പക്ഷെ ആളുകൾ വളരെ കൂൾ ആയിട്ടും സിനിമ ചെയ്യുന്നുണ്ട്. ഇപ്പം ജാനേമൻ പോലെ തന്നെ ആയിരുന്നോ ഈ സിനിമ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ട്രോമാറ്റിക് സംഗതി ആയിരുന്നോ പേഴ്സണലി? ഞാൻ സിനിമ ചെയ്യുമ്പോൾ അത്ര ഈസ്റ്റല്ല, ഞാൻ ഭയങ്കര ഹൈ സ്ട്രെസ്സിലായിരിക്കും എപ്പോഴും സിനിമ ചെയ്യുമ്പോൾ. എനിക്ക് അത് പാക്കപ്പ് കഴിഞ്ഞാൽ ഞാൻ ബോയ്സ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇവിടെ പോയി ചില്ല് ചെയ്യാൻ. എല്ലാവരും മറ്റേ പാക്കപ്പ് കഴിഞ്ഞിട്ട് ബോൺ ഫയർ ഒക്കെ ഇട്ട് ഫുൾ ഫാമിലി, ഫുൾ കിഡ്സ് എല്ലാവരും ഇങ്ങനെ വട്ടത്തിരുന്ന് തമാശ കൊടുക്കുന്നു. ഞാനിങ്ങനെ ദൂരെ എൻ്റെ ജനലൊക്കെ നോക്കി കരഞ്ഞ് ഞാൻ രാവിലെ ഷൂട്ടിലൊക്കെ അത് ഭയങ്കര സങ്കടമാണ് എനിക്ക് ഭയങ്കര. എനിക്ക് ഇവരെ കാണും പൊളിക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അവിടെ പോയാലും എനിക്ക് അതേ സമയം ഞാൻ പോയി കിടന്ന് ഉറങ്ങേണ്ടി വരും. അപ്പം അങ്ങനെ അതാണ്. അത് അപ്പോൾ പറയും ഐ എം നോട്ട് അറ്റ് ഓൾ അറ്റ് ഈസ് വെൻ അറ്റ് ഷൂട്ട്. അപ്പം കുറച്ച് സ്ട്രെസ്സിലായിരിക്കും ഞാൻ. അവർ പറഞ്ഞാൽ അവർ ഈ ടൂറിലും നിങ്ങളൊക്കെ ടൂർ വന്ന ഒരു ഫുൾ ഫാമിലി ടൂർ, ഞാനിവിടെ കഷ്ടപ്പെടും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പിന്നെ ഇത് നമ്മള് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബ്രില്യൻ കാസ്റ്റ് ആയിരുന്നു റഹ്മാന്റെ, ഖാലിദ് റഹ്മാന്റെ ക്യാരക്ടർ. അത് മാത്രമല്ല അതിന്റെ ഒരു ആർക്ക് തന്നെ രസമുണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് വരുന്നത് മുതൽ, ഇവര് മഞ്ഞുമൽ ബോയ്സ് ആണെന്ന് നമ്മുടെ ഷെവിന്റെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ ഇതിന്റെ ടോട്ടൽ ആർക്കിൽ അയാൾ ഈ കാശ് പോക്കറ്റിൽ വെക്കുന്നിടത്തുള്ള റിയാക്ഷൻ വരെ, അതായത് അതിസാധാരണമായി വന്ന് പക്ഷെ ഇവരുടെ ഈ പറയുന്ന ടീമിന്റെ ഭാഗമായി ചിലപ്പോൾ അവരെക്കാൾ അവരോട് അടുപ്പവും സ്നേഹക്കുള്ള നേരത്തെയുള്ള ഈ പിന്നെ ഈ സൗഹൃദ കൂട്ടത്തിന്റെ ഭാഗമാവുന്ന ഒരാള്. അത് ശരിക്ക് റിയൽ ക്യാരക്ടർ അല്ലല്ലോ. ആണല്ലേ? പ്രസാദ് റിയൽ ക്യാരക്ടറാണ്. പടം തുടങ്ങുമ്പോൾ റഹ്മാൻ ഫസ്റ്റ് ഷോട്ടില്ലേ, ഫസ്റ്റ് ഷോട്ട് വന്ന് കൈ കൊടുക്കുന്നത് ഒറിജിനൽ ഡ്രൈവറിന്, ഒറിജിനൽ പ്രസാദിനാണ്. അത് കഴിഞ്ഞ് വടം വലിക്കുന്നില്ലേ, വടം വലിക്കുന്ന ഒറിജിനൽ മഞ്ഞുൽ ബോയ്സ് കേട്ടോ ഇതില് പടത്തില്. ജയിക്കുന്ന ടീം ഓപ്പോസിറ്റ് ഇവര് ഫസ്റ്റ് അടിപിടിക്കുന്ന ഒറിജിനൽ മഞ്ഞുൽ, എന്നിട്ട് വടം വലിച്ചത് ഇവര് തോക്കുന്നത് ഒറിജിനൽ മഞ്ഞുൽ ബോയ്സ് ആണ്. അപ്പൊ എനിക്ക് ആ ഒറിജിനൽ മഞ്ഞുൽ ബോയ്സ് അവിടെ ജയിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവിടെ തോറ്റാലും
ലൂസ് അടിച്ച് വരും നോക്കുക. ആ പരാജയം ഒരു ജീവിതത്തിൽ ലാസ്റ്റ് ലൂസ് അടിക്കുക, അങ്ങനെയാണ് അതിന്റെ ആ ഒരു. പക്ഷേ കുറച്ചുകൂടി സിനിമാറ്റിക് എലവേഷൻ ഉണ്ടാവില്ല പ്രസാദിന്റെ ക്യാരക്ടറിൽ. പ്രസാദിന്റെ ക്യാരക്ടർ ഏകദേശം അതൊക്കെ തന്നെയാണ്. പ്രസാദ് പ്രസാദിന്റെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പ്രസാദ് ഇവരെല്ലാം ഒറ്റ ചെറുപ്പത്തിലായിരുന്നു. പ്രസാദ് മാത്രമാണ് ഔട്ട്സൈഡർ. അപ്പോൾ അവിടെ ഞാൻ ഔട്ട്സൈഡർ വെച്ച് പടം തുടങ്ങിയത്. ഔട്ട്സൈഡറുടെ പെർസ്പെക്റ്റീവിലാണ് ഇവർ ടീംസ്. ആസ് എ റൈറ്റർ ഓൾസോ അതാണ് കുറച്ചുകൂടി ഒരു എളുപ്പമായ അതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ടൂൾ. ഒരു തേർഡ് പാർട്ടി വന്നത് അവരെ അതിലേക്ക് കയറുന്നതാണ്. മൊത്തം ശരിക്കും ആക്ച്വലി പ്രസാദിന്റെ പെർസ്പെക്റ്റീവിൽ തന്നെ പടം പോകുമായിരുന്നു. അങ്ങനെയും ഒരു റൈറ്റിംഗ് സാധ്യത ഉണ്ട് ഇതിന്. കാരണം ഈസൺ ഏതോ ഒരു ബഞ്ച് ടീമിനോട് പെട്ടുപോയില്ലേ, സ്വന്തം വണ്ടിയല്ല അതെ അതെ ഇവരോടെ മദ്യം പോയിക്കില്ല, പുള്ളിക്കാരൻ രണ്ടെണ്ണം അടിക്കാൻ ഇല്ല, വണ്ടി ഓടിക്കേണ്ട. കാരണം ഭയങ്കര ഡീസന്റ് ആയിട്ടുള്ള ഡ്രൈവറാണ്. അപ്പൊ ആ മരത്തിൽ കയറി ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ പ്രസാദ് ശരിക്കും റിയൽ ലൈഫിൽ പോയി ചൂടായിട്ടുണ്ട്. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, ഉണക്കമരമാണ് മറിഞ്ഞു, ശരിക്കും ഉണക്കം മരുന്നു. അന്ന് അവിടെ മഞ്ഞിൽ വെച്ച് പടം ഉണ്ടാവില്ലായിരുന്നു. അവിടെ റിയല് മൂന്നായത് എന്താ പറയാ, ഒന്നിൽ പഴിച്ച മൂന്നെന്ന് പറയുന്ന പോലെ ആദ്യം ഈ മരത്തിന് വെളി കയറുന്നു. അത് സൂയിസൈഡ് പോയിന്റ് സൈഡിലാണ്, ഉണക്കമരമാണ്. 11 പേരാണ് കയറുന്നത്. അത് ഒടിഞ്ഞുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഒരു സൂയിസൈഡ് പോയിന്റ് ക്രോസ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കുറച്ച് ശ്രമിച്ചു വരും. അങ്ങനെയാണ് പരിപാടി. അതിൽ ഭാസിയുടെ ക്യാരക്ടറിനും ഈ പറഞ്ഞ ഭാസിയുടെ ക്യാരക്ടറിലാണല്ലോ ഈ പറഞ്ഞ കുറച്ചുകൂടി ഇമോഷണൽ ഇന്റൻസിറ്റി തുടക്കം പോലെ പ്ലേ ചെയ്തത്. ഈ ചൈൽഡ്ഹുഡിന്റെ ട്രോമ സംഗതിയൊക്കെ അത് ശരിക്ക് ഇന്റർകട്ടായി പല സ്ഥലത്ത് വരുന്ന സമയത്ത് ഇതിനേക്കാൾ ഷൂട്ട് ചെയ്തിരുന്നോ അത് അല്ലോ എക്സാക്ട് ഇങ്ങനെ തന്നെയായിരുന്നു? ചൈൽഡ്ഹുഡിലാണ് ട്രാക്ക്. ചൈൽഡ്ഹുഡിൽ ഇത്രേ ഉള്ളൂ. ചൈൽഡ്ഹുഡ് ഒരു സമയത്ത് അത് ഷൂട്ട് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചാണ്. ലാസ്റ്റത്തെ സീക്വൻസ് കുട്ടൻ പോയി മുങ്ങി രക്ഷിക്കുന്നത്, പിന്നെ ലാസ്റ്റ് മിനിറ്റ് എന്നാ ഷൂട്ട് ചെയ്താൽ അത് ഇല്ലെങ്കിൽ പടം ഇൻകംപ്ലീറ്റ് ആവുന്ന എനിക്കിപ്പോ തോന്നുന്നു. അപ്പൊ ചില കാര്യങ്ങൾ എന്റെ വഴിക്കൊക്കെ വീഴും, ചിലത് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. അങ്ങനെ ചിലപ്പോ ഇത് വേണോ, ഇത് ക്രിഞ്ചാവോ, ഇത് കുറച്ചുകൂടി സിനിമാറ്റിക് ആവോ അല്ലെങ്കിൽ ക്ലീഷ ആവോ എന്നൊക്കെ കരുതുകയും പക്ഷെ തിയേറ്ററിൽ ഭയങ്കര സർപ്രൈസ് ആയിട്ട് അത് വർക്കായി ആളുകൾ ഇമോഷണൽ ആവുന്ന സീക്വൻസ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഈ പടത്തിന്റെ കാര്യത്തില്? ഈ പടത്തില് കുറെ സീനുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഷൂട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ടൂറിന് പോകുന്നതിന് മുമ്പേ, ടൂർ പോയ ശേഷം ഒറ്റ സീൻ ഒഴിവാക്കിയിട്ടില്ല. ആവശ്യപ്പെട്ടത് കാരണം അത് അത്രയും ടൈറ്റ് ആണ്. ടൂറിന് മുമ്പേ ഉള്ള കാരണം ഈ 11 പേരെയും കാണിക്കണം, ഈ 11 എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ അത് ഭയങ്കര ടഫാണ്. എനിക്ക് കുറേ ദിവസം അത് ഭയങ്കര ദേഷ്യമൊക്കെ പോയി. കാരണം അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഇവന്റെ പേര് ഇത് ഇവൻ ഇവിടെ പണിയെടുക്കുന്നു അങ്ങനെ വേണമെങ്കിൽ തുടങ്ങാം. അത് ഭയങ്കര ഒരു ഈസി ടൂളാണ്. അല്ലെങ്കിൽ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് തുടങ്ങും. അപ്പൊ ഞാൻ ഈ 11 പേരെ കാണിച്ചപ്പോഴത്തേക്ക് ഇൻട്രോല്ലോ, അപ്പൊ അതുകൊണ്ടാണ് നേരെ ഒരു പാട്ടിലേക്ക് കയറ്റുന്നത്. പക്ഷെ വേറെ ഈ 11 പേരിൽ പ്രധാനപ്പെട്ട ആളുകളെ കാണുന്ന സമയത്ത് പിന്നീട് സിനിമയിലേക്ക് കണക്ട് ആവുന്നത്, അതായത് ഇപ്പം ഗണപതിയുടെ ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഈ പറയുന്ന ആൽബം കയറി വരുന്നുണ്ട്. അതിന് പിന്നീട് റോൾ ഉണ്ട് സിനിമയിൽ. അങ്ങനെ ഇൻട്രൊഡക്ഷന്റെ കൂടെ തന്നെ പിന്നീടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് പോലെ പിന്നീടേക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളായിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലേ? പിന്നെ എനിക്കിത് പല വേർഷൻസ് ഉണ്ട് ഇവരുടെ. ഫസ്റ്റ് അതായത് ടൂർ പോകുന്നതിന് മുമ്പുള്ള ഏരിയയിൽ മാത്രമാണ് എനിക്ക് ഏറ്റവും സ്ട്രെസ് ഉണ്ട്. കാരണം ഇവരെ എസ്റ്റാബ്ലിഷ് ചെയ്യണമല്ലോ, ആൾക്കാർക്ക് ഇവരുടെ എംപതൈസ് ചെയ്യണം കുഴിയിൽ വീഴുന്നതിന് മുമ്പേ. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ കുഴി വീണ ആർക്കും കയ്യിലിരിപ്പ് അമ്മമാർക്ക് അങ്ങനെ വേണം. അപ്പം ഫുൾ എംപതൈസ് അവരായിട്ട് ഫുൾ കണക്ട് ആയിട്ട് അങ്ങോട്ട് വിടാമെന്ന് തോന്നി. അപ്പോൾ അതിനുവേണ്ടി പല സീനുകൾ എടുത്തു വെച്ച്, ഒരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്, അമ്മമാരെ കള്ളുപിടിച്ച് പിടിച്ച് പോകുന്നത്, അതൊക്കെ റിയൽ പരിപാടികളാണ്. അപ്പോൾ അങ്ങനെ കുറേ സീനുകൾ അതൊക്കെ എടുത്തു, എഡിറ്റേബിൾ വന്നു, ഇപ്പോൾ തിരിച്ചും മറിച്ച് പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മനസ്സിലായി. കാരണം ഈ പാട്ട് കഴിഞ്ഞ് ഇവർ പേരുന്നത് പിന്നെ ഇവരെ തന്നെയാണല്ലോ കാണുന്നത്. പിന്നെ ബാക്കിയുള്ള ഡൈനാമിക്സ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എക്സ്പ്ലോർ ചെയ്ത് തോന്നുന്നു. അതിമേ എല്ലാം പറഞ്ഞു തുടങ്ങണ്ട, ഓരോന്നായിട്ട് അവർ അറിയുമല്ലോ, ഓരോരുത്തരുടെ പരിപാടി അങ്ങനെ അങ്ങനെ ഓപ്പൺ ചെയ്ത് പോകും. അങ്ങനെയാണ് എൻ്റെ രീതി ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ വിഷ്വൽ ഡിസൈനിലെ ടാസ്ക് എന്തായിരുന്നു? കാരണം നമ്മൾ ഇതിൽ കാണുന്ന സമയത്ത് ഇപ്പം ഞാൻ ഗുണക്കേവ് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുള്ളത് ഗുണ സിനിമയിലാണ്. ഗുണക്കേവ് കാണാൻ സാധ്യതയില്ല ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഈ സിനിമയിലുള്ള വിഷ്വലാണ് ഇപ്പൊ ഏറ്റവും ഹൈ ഡെഫിനിഷനിൽ നമ്മുടെ മനസ്സിലുള്ള ഗുണക്കേവ്. പിന്നെ വേണു സാറിന് ഷൂട്ട് ചെയ്താണ് നമ്മൾ അതിന് മുമ്പ് കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിലൊരു വിശ്വസനീയത കൊണ്ടുവരിക, ഇതിനൊരു ടോട്ടൽ വിഷ്വൽ ഡിസൈൻ, ഇപ്പൊ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു വിഷ്വൽ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് എല്ലായിടത്തും ഒരു പെർഫെക്ഷൻ നിർബന്ധം ഉണ്ടല്ലോ. കാരണം വെച്ചാൽ ആളുകളെ കമ്പയർ ചെയ്യാം, ഞാൻ പറഞ്ഞ ഒരു വിഷ്വലി കമ്പയർ ചെയ്യാം. പിന്നെ ഈ പറയുന്ന ഗുഹയുടെ സൗന്ദര്യം കൂടി ആളുകൾ കാണണം. ഇതൊരു ടൂറിസം സ്പോട്ടാണ്. പിന്നെ അതിന്റെ എല്ലാ ട്രാൻസ്ഫോർമേഷൻ ആളുകൾ ഇത് ചെയ്യണം. ആ വിഷ്വൽ ഡിസൈനിൽ എടുത്തൊരു ഞാൻ റിയൽ ഗുണക്കേവിന്റെ 2 പോർഷൻ ഉണ്ട്. അതായത് ഒന്ന് ഇവർ വീഴുന്ന ആ സ്പേസ്, രണ്ടാമത് ബാസിയുടെ ആ സ്വപ്നത്തിൽ വരുന്ന സ്പേസ്. ആ സ്പേസ് കയറി നമുക്ക് രോമാഞ്ചം ഇങ്ങനെ പേടിച്ചു, ഭയങ്കര പ്രീ ഹിസ്റ്റോറിക്, നമ്മളേതോ ഒരു ശിലായുഗത്തിൽ പോയി നിൽക്കുന്ന പോലത്തെ ഒരു ഫുൾ ഫീലിംഗ് ആണ്. ഭൂമിയുടെ വൂമ്പ് തന്നെ അവിടെ നമ്മളൊരു കൊടൈക്കനാലിന്റെ ഗർഭപാത്രത്തിലാണ് നമ്മളെന്ന് പറയാം. അതുകൊണ്ടാണ് അവൻ അങ്ങനെയായിട്ട് ഇറങ്ങിയത്, അവന്റെ ജനനം തന്നെയാണ്. അപ്പം അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആ സീൻ ശരിക്കും പടത്തിലില്ല.
നമ്മൾ ഫുൾ സെറ്റ്, കാരണം അത് ഭയങ്കര ഡേഞ്ചറസ് അവിടെ ഷൂട്ട് ചെയ്യാൻ. നമുക്ക് ഷൂട്ട് ചെയ്യാൻ അവർ പെർമിഷൻ തന്നാലും നമുക്ക് ആകെയുള്ള പെർമിഷൻ രാവിലെ 5 മണി തൊട്ട് രാവിലെ 9 മണി വരെ. 9 മണിക്ക് ഇറങ്ങണം. അപ്പോൾ ഇത്ര എക്യുപ്മെൻ്റ് ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി അത് കണ്ടപ്പോൾ ഞാൻ സൗമിക ഇവിടെ ഒരു സീൻ ചെയ്തേ പറ്റൂ. എന്ത് സീൻ ചെയ്യാം? നമ്മൾ എനിക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു പിറ്റേ ദിവസം ബാസി അപ്പോൾ നമുക്കൊരു ഡ്രീം സീക്വൻസ് ചെയ്യാം. കാരണം ഇത് ഷൂട്ട് ചെയ്ത് കണ്ടപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഇത് 2 ഷോട്ട് എൻ്റെ പടത്തിൽ ഒറിജിനൽ ഗുണാക്കിയവൻ്റെ പടത്തിലില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു നാളെ എന്തെങ്കിലും ചെയ്യാം. നാളെ രാവിലെ 5 മണിക്ക് പോയി നമുക്ക് എന്തെങ്കിലും ഒരു സീക്വൻസ് എടുത്ത് നോക്കിയാൽ ഡ്രീം പോലെ ഒരു പരിപാടി എടുക്കാം തീരുമാനിച്ചു. അപ്പം വിചാരിച്ചു നമുക്കപ്പം ഫുൾ ചോരയെ കുളിച്ച് അങ്ങനത്തെ ഒരു പരിപാടി വരാം. അപ്പം മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ആ മേക്കപ്പിന് 1 മണിക്കൂർ എടുക്കുള്ളൂ. പറഞ്ഞാൽ ഞാൻ നടക്കൂല. കോസ്റ്റ്യൂമുകാരും പിന്നെ ആ കീറിയ സാധനം മറ്റേ മുറിവില്ലാണ്ട് അത് നടക്കില്ല. ബാസി ഉടുപ്പില്ലാണ്ട് പോയാലോ? അപ്പൊ തന്നെ ഓക്കെ പറന്നപടി ബാസി ഒരു സെക്കൻഡ് പോലും എടുക്കില്ല തീയതി പഠിക്കാം. രാവിലെ അവനെ കൊണ്ട് ആ പാവ അവനെ തണുപ്പത്ത് ഫുൾ നഗ്നനാക്കി ദേഹത്ത് ഫുൾ എണ്ണ തേച്ച് 200 പേരുടെ ക്രൂവിൻ്റെ ഇടയിൽ കൂടെ അവനെ നടത്തിച്ചു. ഹി വാസ് ലൈക്ക് വെരി കോപ്പറേറ്റീവ് ആൻഡ് വെരി കംഫർട്ടബിൾ ആയിരുന്നു. സോ അവിടെ എത്തുമ്പോൾ അത് ഭയങ്കര പ്രീ ഹിസ്റ്റോറിക് ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നും. അവിടെ നമുക്കൊന്നും ഇതിലൊന്നും കാര്യമില്ലെന്ന് തോന്നും. ഈ നാണവോ നമ്മുടെ സോഷ്യൽ കൺസെപ്റ്റോ നമ്മളുടെ ഗുഡ് ആൻഡ് അതിലൊന്നും ഒരു കാര്യമില്ല നമുക്ക് തോന്നും. നമ്മളൊരു ഭയങ്കര നമ്മുടെ നശ്വരത നമ്മൾ ഓർമ്മിപ്പിക്കും. വേറെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം വേണു സാറിനെ പോലത്തെ ഒരു പിന്നെ മാസ്റ്ററാണിത് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ പല സ്ഥലത്തും പുള്ളി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പുള്ളി തന്നെ ഈ പറഞ്ഞ പിന്നെ എങ്ങനെയാണ് അതിന്റെ എത്രത്തോളം റിസ്കിയാണ് അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സംഗതിയൊക്കെ. ഗുണ എന്ന് പറയുന്ന സിനിമയായിട്ട് കൂടി ഇതിലൊരു കമ്പാരിസൺ വരാൻ സാധ്യതയുണ്ടല്ലോ. ഒരു വിഷ്വൽ ഡിസൈൻ അത് സാറ്റിസ്ഫൈഡ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് ശരിക്കും എവിടെയെങ്കിലും ഒരു ടെൻഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇത്രയും ടെക്നോളജി ഉണ്ട്, LED ലൈറ്റ്സ് ഉണ്ട്, ലൈറ്റർ ബാറ്ററീസ് ഉണ്ട്, നമുക്ക് മൊത്തം പരിപാടി നമ്മൾ ഫിലിമേക്ക് കുറച്ചുകൂടെ മൊബൈലായി. എന്നിട്ട് പോലും നമുക്കവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെ 90കളിൽ ഈ വലിയ ലൈറ്റും ഇതിന്റെ ജനറേറ്റർ കേബിൾ അവിടെ മേളുന്ന അടിച്ചിട്ട് ഇത്രയും ആൾക്കാരെ വെച്ച് താഴെ, അതും ഒരു 1-2 സീനല്ല, ഒരു പടത്തിന്റെ മൊത്തം ഒരു പാട്ടും എങ്ങനെ ഷൂട്ട് ചെയ്ത് എനിക്ക് എപ്പോഴും മനസ്സിലാവുന്നില്ല. അത് ഭയങ്കര ടഫും ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മളവിടെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, പക്ഷെ അവിടെ ഷൂട്ട് ചെയ്താൽ നമുക്ക് അടുത്ത മനുഷ്യ സ്ത്രീ ഉണ്ടാക്കേണ്ടി വരും. കാരണം എനിക്കറിയാം രാത്രി എണ്ണ എടുക്കുമ്പം ഒരാൾ കുറവുണ്ടാവും. കാരണം അത്രയും ഡേഞ്ചർ. കാരണം നമ്മൾ എവിടെ കാല് വെക്കുന്നു എന്നുള്ളത് കൃത്യം നമ്മൾ വഴി പഠിക്കണം. മിക്ക സ്ഥലങ്ങളിലും ഗ്രില്ലിട്ടിട്ടുണ്ട് അവര്. പക്ഷെ വർഷങ്ങളായിട്ടുള്ള ഇലയും മണ്ണും വന്ന് അടിഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ നിലം പോലെ ഇരിക്കും. ഈ താഴത്തെ ഗ്രില്ല് ദ്രവിച്ചിട്ടുണ്ടാവും. നമ്മൾ നിലത്ത് ചവിട്ടായിരിക്കും, പക്ഷെ അതെല്ലാം കൂടെ പൊളിഞ്ഞു പോകും. നമ്മള് മറ്റേ ചതിക്കുഴി എന്നൊക്കെ പറയണ പോലെ കുറെ 100ഓളം കുഴികളുണ്ട് അവിടെ. 100ഓളം കുഴി നമ്മൾ പോകുന്നു കൃത്യം അറിയണം അത് എവിടെ 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 നോക്കണം. ചിലതൊക്കെ ഉണ്ട് ഒരു പോക്കറ്റാണ്. ശരിക്കും നമ്മൾ ആ പടത്തിലെ ഡയലോഗ് ഉണ്ട്, മറ്റേ കാശിട്ട പോലെ ഭണ്ഡാരത്തിലെ കാശിട്ട, അത് അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇത് എങ്ങോട്ട് പോകുന്നു, കാരണം ഒറ്റ കുഴിയല്ല, ഇതിങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ഇങ്ങനെ കുറേ തട്ടി എങ്ങോട്ടെത്തും എവിടെ എത്തും. അപ്പോൾ അതന്നെ സിജുവിനോട് ശരിക്കും തിരിച്ചിറങ്ങിയപ്പോൾ പോലീസുകാർ അന്വേഷിച്ച് എത്ര സ്കെൽട്ടൻസ് കണ്ടു എന്നാണ്, എത്ര തലയോട്ട്. കാരണം അവിടെ അടുത്ത് ശരിക്കും കണക്കിലാണ് 13, 50ഓളം പേര് ഉണ്ട്. 50ഓളം പേരില് രേഖപ്പെടുത്തിയതാണ് 13. കുറെ ആത്മഹത്യകളുണ്ട്, കുറെ കൊലപാതകങ്ങളുണ്ട്, കുറെ ആക്സിഡന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. രേഖപ്പെടുത്തിയത് 13 തന്നെ ഉള്ളൂ. അങ്ങനെ ഞാൻ ഭയങ്കര വലിയൊരു കമൽഹാസൻ ഫാനാണ്. ഐ ലൈക്ക് കമൽഹാസൻ നോട്ട് ജസ്റ്റ് ആൻ ആക്ടർ, ആസ് എ ഫുൾ ഫിലിം മേക്കർ, ബ്രില്യൻ ഡയറക്ടറാണ്. അപ്പം എനിക്ക് എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത പടങ്ങളാണ് വിരുമാണ്ടി, അങ്ങനെ 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 ഭയങ്കര നല്ല ഒരു ഫിലിം മേക്കറാണ്. ഹി വാസ് ബോൺ ഫോർ ഫിലിം. നമ്മളെന്താ പറയുക, ചെറുപ്പത്തിലെ ബാലവേലായിട്ട് തുടങ്ങിയതാണ്. അപ്പം ചെറുപ്പത്തിലെ പുള്ളിക്കാരൻ ഇതിനോട് ബൈ ഹിസ് 30s he is a master. അപ്പം ഈ സിനിമ കാരണമെങ്കിൽ എനിക്ക് കമൽഹാസനെ കാണാൻ പറ്റുന്നതാണ് എൻ്റെ ആഗ്രഹം.